നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കിടകം 12 ഇന്നത്തെ നക്ഷത്രം വരുന്നത് വിശാഖം, അതോടൊപ്പം തന്നെ അനിഴവുമാണ്. 2025 ഓഗസ്റ്റ് 3 ഞായറാഴ്ചയായ ഇന്ന് രാഹുകാലം പുലർച്ചെ 5:09 മുതൽ 6:42 വരെയായിരുന്നു. നമസ്കാരം, ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായിട്ടുള്ള വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,425 ദിവസമാണ്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 18. ഇന്ന് ശകവർഷം 1947 ശ്രാവണ മാസം 12 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 3 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. പക്ഷത്തിലെ നവമി തിഥിയാണ്. നവമി തിഥി 9:24 വരെയുള്ള സമയത്താണ് നവമി തിഥി. അതിനുശേഷം ദശമി തിഥിയാണ്. കരണം പന്നിക്കരണമാണ്. നിത്യയോഗം ശുഭ്രനാമ നിത്യയോഗമാണ്. ഈ നിത്യയോഗം 6:24 വരെ ആണ് ഉള്ളത്. അതിനുശേഷം 6:24 ശേഷം ബ്രാഹ്മനാമ നിത്യയോഗമാണ്. ഇന്ന് നാൾ വരുന്നത് വിശാഖം നക്ഷത്രമാണ്. ഉദയത്തിന് സംഭവിക്കുന്നത് 6:34 വരെ മാത്രമാണ് വിശാഖം നക്ഷത്രം ഉള്ളത്. തുടർന്ന് അനിഴം നക്ഷത്രമായിരിക്കും. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേലയാണ് ദിവസം. ഞായറാഴ്ചയാണ്. സൂര്യൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:59 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:42 കഴിഞ്ഞ് 12 കൂടെ ആകുന്ന സമയത്താണ് അസ്തമയം സംഭവിക്കുന്നത്. ഇത് മധ്യ കേരളത്തിലേതാണ്. സെക്കൻഡുകളും മിനിറ്റുകളും തെക്കോട്ടും വടക്കോട്ടും പോകും തോറും ഈ ഉദയാസ്തമയങ്ങൾക്ക് സംഭവിക്കും. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 24 മിനിറ്റ് 13 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. രാഹുകാലം സംഭവിക്കുന്നത് 5:09 തുടങ്ങി 6:42 വരെയുള്ള സമയത്താണ്. ഗുളികകാലമാകട്ടെ ഉച്ചയ്ക്ക് 3:36 തുടങ്ങി 5:09 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് 12:30 മുതൽക്ക് 2:03 വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ ശുഭകാര്യങ്ങൾക്കും യാത്രയ്ക്കും മറ്റും നിഷിദ്ധമായിട്ടുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമല്ല. അവർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകളും ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇത് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 മുതൽക്ക് 12:54 വരെയാണ്. മധ്യഭാഗത്ത് 12:28 മുതൽക്ക് 12:32 വരെയുള്ള 4 മിനിറ്റ് അതിൽ മധ്യഭാഗം വരും. അത് സന്ധി ഒഴിവാക്കി 12:06 മുതൽക്ക് 12:54 വരെയുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുമ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഉദയത്തിന് വരുന്നത് വിശാഖം നക്ഷത്രമാണ്. കൃഷി, അതുപോലെ തന്നെ വസ്ത്രധാരണം, പുതിയ നൂതന വസ്ത്രധാരണം, ആഭരണ ധാരണം, അതുപോലെ ക്ഷേത്ര നിർമ്മാണം മുതലായിട്ടുള്ള മംഗളകർമ്മങ്ങൾക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ കൃഷി തുടങ്ങുന്നതിന് ഈ ബീജാവാപം, അതായത് വിത്ത് വിതയ്ക്കുക മുതലായിട്ടുള്ളവയ്ക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. എന്നാൽ തിഥി വരുന്നത് നവമി തിഥിയാണ്. അത് 9:43 വരെയുള്ള സമയത്ത് നവമി തിഥിയാണ്. നവമി തിഥി പൊതുവെ ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. യുദ്ധം മുതലായിട്ടുള്ള കാര്യങ്ങൾ, കലഹകൃത്യങ്ങൾ, ചൂത് കളിക്കുക അല്ലെങ്കിൽ നൃത്തം, ഇതുമാതിരിയുള്ള കാര്യങ്ങൾക്കൊക്കെ നവമി തിഥി നല്ലതാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത ദിവസമാണ്. 9:43 ശേഷം ദശമി തിഥി വരും. എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും തിഥി അനുസരിച്ച് മംഗളകർമ്മങ്ങൾക്കൊക്കെയും നല്ലതാണ്. നമസ്കാരം.
ഇത് സമഗ്രമായൊരു വാർത്താ ദിനമാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ടയെന്ന ആരോപണം തള്ളി ബസ്റ്റർ ബിഷപ്പ്. ബിജെപി സർക്കാർ വിവേചനം കാണിച്ചിട്ടില്ല എന്ന് മാർ ജോസഫ് കൊല്ലം പറമ്പിൽ ജനം ടിവിയോട്. സർക്കാരുമായി സഹകരിച്ചാണ് സഭയുടെ പ്രവർത്തനമെന്നും തുറന്നു പറഞ്ഞ ബസ്റ്റർ ബിഷപ്പ്. എം കെ സാനുവിന് വിട ചൊല്ലാൻ നാട്. രാവിലെ 9 മുതൽ വീട്ടിൽ പൊതുദർശനം. അന്ത്യാഞ്ജലി അർപ്പിച്ച് പ്രമുഖർ. സംസ്കാരം വൈകിട്ട് രവിപുരം ശ്മശാനത്തിൽ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. സ്കൂൾ വേനൽ അവധി മാറ്റാനുള്ള സർക്കാർ നിർദ്ദേശം തള്ളി അധ്യാപക സംഘടനകൾ. വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പെരുമാറുന്നു. മത്സര പരീക്ഷകളിൽ കേരളത്തിന് അവസരം നഷ്ടപ്പെടുമെന്ന് ദേശീയ അധ്യാപക പരിഷത്ത്. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ ഇഡിയുടെ കുരുക്ക്. റവന്യൂ ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. ഭൂമി ഇടപാട് രേഖകളിലടക്കം പരിശോധിക്കും. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ആയുധം താഴെ വയ്ക്കില്ല എന്ന് ഹമാസ്. നിരായുധീകരണം സമ്മതിച്ചുവെന്ന് അമേരിക്കൻ പ്രസ്താവന തള്ളി. ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ട ഹമാസ്. ഓവൽ ടെസ്റ്റ് ആവേശകരം. ഇംഗ്ലണ്ടിന് വിജയം. 324 റൺസ് അകലെ. 3-ാം ദിനം 1 വിക്കറ്റിന് 50 റൺസ്. സാക് ക്രോലിയെ പുറത്താക്കി മുഹമ്മദ് സിറാജ്. റിപ്പോർട്ടുകളിലേക്ക്. ഒരാഴ്ചക്കിടെ 2ാമത്തെ കടമെടുപ്പിനൊരുങ്ങുകയാണ് കേരള സർക്കാർ. ഓഗസ്റ്റ് 5-ന് 1000 കോടിക്കായുള്ള കടപ്പത്ര ലേലം നടക്കും. ജൂലൈ 29-ന് 2000 കോടി കടമെടുത്തതിന് തൊട്ടു പിന്നാലെയാണിത്. ശമ്പള പെൻഷൻ വിതരണ പ്രതിസന്ധിയിലാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് സർക്കാർ പുതിയ കടമെടുപ്പിന് നിർബന്ധിതരായത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 18,000 കോടിയായി മാറും. അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ്. ഇപ്പോൾ 2ാമത്തെ കടമെടുപ്പിന് ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഒരാഴ്ചക്കിടെയാണ് 2ാമത്തെ കടമെടുപ്പിന് കേരള സർക്കാർ ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 5-ന് 1000 കോടിക്കായുള്ള കടപ്പത്ര ലേലം നടക്കുമെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ജൂലൈ 29-ന് 2000 കോടി കടമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ശമ്പള പെൻഷൻ വിതരണം പ്രതിസന്ധിയിൽ ആകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ സർക്കാർ പുതിയ കടമെടുപ്പിന് നിർബന്ധിതരാകുന്നത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 18,000 കോടിയായി മാറും. അഖിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്ത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഒരു വശത്ത് ധൂർത്തും വളരെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും കൂടി പറയേണ്ടി വരും. അതിനിടെയാണ് ഇപ്പോൾ 2ാമത്തെ കടമെടുപ്പിനായി സർക്കാർ മുതിരുന്നത്.
ദേവിക, ഗുഡ് മോർണിംഗ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമായി നമ്മൾ മലയാളികൾക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്, കേരളീയരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം അതിന് അനവധിയായ തെളിവുകൾ നമുക്ക് പുറത്തേക്ക് നൽകാനും സാധിക്കുന്നുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാർക്കുള്ള DA കുടിശ്ശിക, അതുപോലെ തന്നെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ശമ്പളം മുടങ്ങുന്നതടക്കമുള്ള വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉടനീളം അനുഭവിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ദേവിക സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ധൂർത്തം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ദുരന്തം വ്യക്തമാക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം പുറത്തുവിട്ടത്. ദിവസങ്ങൾ മുമ്പാണ് ആ കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്നത്. ഈ പുറത്തുവിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ വീണ്ടും ഒരു കടമെടുപ്പിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നു എന്നതാണ് ഏറെ നിർണായകമായ ഒരു കാര്യം. ജൂൺ 29-നാണ് 2000 കോടി രൂപയുടെ കടപത്രം ആദ്യം സർക്കാർ വെക്കുന്നത്. അങ്ങനെ മുംബൈ പോർട്ടിലുള്ള റിസർവ് ബാങ്ക് ഓഫീസിലെ ക്യൂബ് പ്ലാറ്റ്ഫോം വഴിയാണ് ലേലം നടക്കുകയും ചെയ്തിട്ടുള്ളത്. പതിവ് പോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും സർക്കാർ തന്നെ പുതിയ കടമെടുപ്പ് നടത്തി കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സർക്കാരും ധനവകുപ്പും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാമ്പത്തിക വർഷത്തിൽ 3000 കോടി രൂപയാണ് ആദ്യ കടപത്രത്തിലൂടെ സർക്കാർ സമാഹരിച്ചത്. മെയ് മാസത്തിൽ 4000 കോടി രൂപയും ജൂണിൽ 5000 കോടി രൂപയുമാണ് കടപത്രത്തിലൂടെ സർക്കാർ സമാഹരിക്കുകയുണ്ടായിരുന്നത്. ജൂലൈയിലെ 3-ാം തവണയായി 5000 കോടി രൂപ, 3 തവണയായി 5000 കോടി രൂപയും സർക്കാർ സമാഹരിക്കുന്നുണ്ട്. അതായത് ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം ആദ്യ 4 മാസം മാത്രം സർക്കാർ പൊതുവിപണിയിൽ നിന്നും കടമെടുത്തത് 17000 കോടി രൂപയാണ്. കടമെടുപ്പ് പരിധി മുൻ വർഷത്തെ അപേക്ഷിച്ച് 8276 കോടി രൂപയുടെ വർധനവ് കേന്ദ്രം അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇങ്ങനെ സാമ്പത്തികമായി കേരളം വലിയ രീതിയിൽ നിൽക്കുമ്പോഴാണ്, ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കടമെടുപ്പ് കൂടി ഉണ്ടാകുന്നത് എന്നതാണ് ഏറെ നിർണായകമായ ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മാസത്തെ കടമെടുപ്പ് കൂടി, അതായത് ഓണമാണ് വരാൻ പോകുന്നത്, പെൻഷനും ശമ്പളവും അതുപോലെ തന്നെ ബോണസും മറ്റാനുകൂല്യങ്ങളും എല്ലാം തന്നെ ജീവനക്കാർക്ക് നൽകേണ്ട ഒരു മാസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്കത് പറയേണ്ടി വരും. കാരണം 12,529 കോടി രൂപയാണ് ഓണക്കാലത്തെ ചെലവ് മാത്രമായി സർക്കാർ കണക്കാക്കുന്നത്. പെൻഷൻ, അതുപോലെ തന്നെ മറ്റു ക്ഷേമ പെൻഷനുകൾ, DA, അതുപോലെ തന്നെ ബോണസ്, ശമ്പളം, ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾക്കായി ചെലവ് വരുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നത് തന്നെ ഇത്രയും ഭീമമായ ഒരു തുകയാണ്. എന്തായാലും സർക്കാർ വീണ്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ദേവിക. ശരി, എന്നാലും ഒരാഴ്ചക്കിടെ 2ാമത്തെ കടമെടുപ്പിലാണ് കേരള സർക്കാർ ഒരുങ്ങുന്നത്. ഓഗസ്റ്റ് 5-ന് 1000 കോടിക്കായുള്ള കടപ്പത്ര ലേലം നടക്കുകയാണ്. ജൂലൈ 29-ന് 2000 കോടി കടമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് കേരളം ഇത്തരത്തിൽ 2ാമത്തെ തവണ കടമെടുക്കുന്നത്. ശമ്പള പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഇത്തരമൊരു നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 18,000 കോടിയായി മാറും. അഖിൽ പാലോട്ടുമടമാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ, ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ ഉടുമ്പൻചോല മുൻ തഹസിൽദാർ PK ഷാജി ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ED. വിജിലൻസ് കേസിൽ പ്രതികളായ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മുൻ ഉടമകളെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മാത്യു കുഴൽനാടൻ MLAക്ക് സമൻസ് നൽകും. ചിന്നക്കനാലിൽ ആധാരത്തിനേക്കാൾ 50 സെന്റ് അധിക സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതിനാണ് കേസ്. രേഷ്മ ബാബു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പുറത്തേക്ക് വരുന്നത്? ദേവിക, മുൻ ഉടുമ്പൻചോല തഹസിൽദാറിന് പുറമെ അന്നത്തെ ആ കാലയളവിലെ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി, ക്ലർക്ക്, അതോടൊപ്പം തന്നെ തഹസിൽദാർ, മറ്റ് ലാൻഡ് റവന്യൂ ബോർഡിൻ്റെ തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, ഇവരടക്കമുള്ളവരായിരുന്നു വിജിലൻസ് കേസിലെ പ്രതികൾ. ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. മുൻ ഭൂവുടമകളെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നതാണ്. ഇവരുടെയും അതോടൊപ്പം തന്നെ ഈ മാത്യു കുഴൽനാട് MLAയുടെ ബിസിനസ് പങ്കാളികളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ ഉടനെ വീണ്ടും മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഭൂ ഉടമകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്യു കുഴൽനാടൻ പറയുന്നത് 1 ഇഞ്ച് ഭൂമി പോലും
കയ്യേറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതിൽ തന്നെയാണ് കള്ളപ്പണ നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ED അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇനി തെളിവ് ശേഖരണവും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ ഉരുത്തിരിഞ്ഞു വരുന്ന വിവരങ്ങളുമാണ് EDയെ സംബന്ധിച്ച് ഏറെ നിർണായകം. മാത്യു കുഴൽനാടൻ പറയുന്നത് ഈ കയ്യേറ്റം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വിജിലൻസിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറയുന്ന ED ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകളും വ്യാജരേഖ ചമയ്ക്കൽ ഇതടക്കമുള്ള കുറ്റങ്ങളാണ് നിലവിൽ വിജിലൻസിന്റെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. EDയുടെ അതാകട്ടെ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ അധികമായിട്ട് 50 സെന്റ് സർക്കാർ ഭൂമി ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ കയ്യേറി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അക്കാര്യത്തിൽ വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. ഇതിൽ കള്ളപ്പണം ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. നേരത്തെ മാത്യു കുഴൽനാടൻ പറഞ്ഞത് തന്നോട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതികാരം തീർക്കുകയാണ് സർക്കാർ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എന്നുള്ളതായിരുന്നു വിശദീകരണം. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള രേഖകളും ചില തെളിവുകളും ED പ്രാഥമികമായിട്ട് തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുൻ ഭൂ ഉടമകളെ നേരത്തെ തന്നെ ചോദ്യം ചെയ്ത സമയത്ത് ഇക്കാര്യങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. നേരത്തെ ജില്ലാ കളക്ടർ അടക്കം ഈ ഭൂമി വിൽപ്പന നടത്തരുതെന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അത് ലംഘിച്ചുകൊണ്ടാണ് മുൻ ഭൂ ഉടമകൾ അടക്കം വ്യാജരേഖ ചമച്ചുകൊണ്ട് ഈ വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടൻ MLAയുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട്, ബിസിനസ് പങ്കാളികൾ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ഇടപെടൽ നടത്തിയിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിലും കള്ളപ്പണം പ്രയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടു എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് EDയുടെ പരിഗണനയിൽ വരുന്നത്. ദേവിക. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ആയുധം താഴെ വെക്കില്ലെന്ന് ഹമാസ്. നിരായുധീകരണത്തിന് തയ്യാറെന്ന് ഹമാസ് അറിയിച്ചെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ഹമാസിന്റെ പ്രതികരണം. അതേസമയം ബന്ദികളിൽ ഒരാളുടെ വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട്. שאני עושה עכשיו, אני חופר את הקבר שמיועד מבחינתי לי, כי כל יום שעובר הגוף שלי הולך נחלש, נהיה רזה יותר וחלש יותר. ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, നിരായുധീകരണത്തിൽ തയ്യാറെന്ന് ഹമാസ് അറിയിച്ചു എന്നായിരുന്നു അമേരിക്ക അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രതികരണം വരുന്നത്. മാത്രവുമല്ല, ബന്ദികളിൽ ഒരാളുടെ വീഡിയോ കൂടി പുറത്തുവിട്ടുകൊണ്ടാണ് ഹമാസ് ഇത്തരത്തിൽ ഒരു സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും ദേവിക, ബന്ദികളിൽ ഒരാളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ. ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന അവിച്ച ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തി, അതായത് ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് പിന്നാലെ പിടികൂടി ബന്ദിയാക്കിയ ഈ ബന്ദിയുടെ ശരീരപ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കടുത്ത പീഡനവും ഭക്ഷണം നൽകാത്തൊരവസ്ഥയും എല്ലാം തന്നെ രൂക്ഷമായി അനുഭവിക്കുന്ന ഒരു സാഹചര്യം അവിടെ ബന്ദികൾക്കുണ്ട് എന്നതിന്റെ ഒരു തെളിവ് നിരത്തുക തന്നെയാണ് ഇപ്പോൾ ഹമാസ് ചെയ്തിരിക്കുന്നത്. ഹമാസും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നൊരു നിലപാട് ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ഹമാസ് ഇത്തരം പ്രൊപ്പഗണ്ട വീഡിയോകൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുപോലെ പലരുടെയും പ്രൊപ്പഗണ്ട വീഡിയോകൾ പുറത്തുവിടുകയും പാമ്പപേക്ഷിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ സഹായം അഭ്യർത്ഥിക്കുന്ന രീതിയിലുമൊക്കെ വീഡിയോകൾ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതീവ ഗൗരവമായൊരു വിഷയം, കൊടിയ പീഡനം തങ്ങളുടെ പൗരന്മാർ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന ഇസ്രയേലിന്റെ നിലപാടിനെ കൃത്യമായി സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ എന്നതുകൂടിയാണ്. ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ കൃത്യമായും കടുത്ത ദ്രോഹം ഞങ്ങൾ തിരിച്ചു ചെയ്യുമെന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഭീഷണി തന്നെയാണ് ഹമാസ് ഉയർത്തുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും റോമിലെത്തുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആയുധം താഴെ വയ്ക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ യുദ്ധത്തിന് നിരായുധീകരണത്തിന് തയ്യാറെന്ന നിലപാട് ഹമാസ് അറിയിച്ചു എന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചത്. ഒരു പരിധിവരെ അതൊരു വസ്തുത തന്നെയാണ്. എങ്കിൽ കൂടി ഇപ്പോൾ നിലവിൽ ഒരു വിശദീകരണം പാലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിച്ചാൽ മാത്രമേ അത്തരത്തിൽ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാകൂ എന്ന ഹമാസിന്റെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.
അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു വിശദീകരണം ഹമാസ് നൽകുന്നതിൽ നിന്നും യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ നിന്നും വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് വലിയ വെല്ലുവിളി തന്നെ സൃഷ്ടിക്കും നിലവിലെ സാഹചര്യത്തിൽ എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, അവസാനമായി 3 രാഷ്ട്രങ്ങൾ, 3 G7 രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 3 G7 രാഷ്ട്രങ്ങൾ പാലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിനെ അംഗീകരിക്കാനുള്ള നിലപാട് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാനുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ആദ്യം ഫ്രാൻസും പിന്നാലെ ബ്രിട്ടനും അതിന് പിന്നാലെ കാനഡയുമാണ് ഇത്തരം നിലപാടുകൾ അറിയിച്ചത്. കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് അറിയിക്കുന്ന പ്രഭാഷണത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഹമാസിനെ നിരായുധീകരിക്കുകയും ഹമാസിന്റെ ഭരണത്തിൽ നിന്ന് ഗാസയെ ഒഴിവാക്കുകയും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും വേണമെന്നാണ്. എന്നാൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വരുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ സെപ്റ്റംബറിൽ നടക്കുന്ന ജനറൽ കൗൺസിൽ യോഗത്തിലെ എല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ അന്താരാഷ്ട്ര ശക്തികൾ എടുക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ഈ നിലപാടാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ പ്രശ്നം സങ്കീർണമാകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത കുറഞ്ഞു വരികയും അതിശക്തമായ ആക്രമണത്തിലേക്ക് ഇസ്രായേലിനെ നയിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ സൂചകങ്ങളായാണ് ഇത്തരത്തിൽ ബന്ദികളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും അതല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ നിലപാടുകൾ ഹമാസ് കൈകൊള്ളുന്നതിന്റെ സൂചനകൾ പുറത്തു വരികയും ചെയ്യുന്നത്. ദേവിക. ശരി. വിദ്യാർത്ഥികളുടെ അവധി മാറ്റാനുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം തള്ളി അധ്യാപക സംഘടനകൾ. മന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പെരുമാറുകയാണെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് മാസ്റ്റർ ജനം ടിവിയോട് പറഞ്ഞു. അവധിയിൽ മാറ്റം വരുത്തിയാൽ ദേശീയ തലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കാഴ്ചപ്പാടുമില്ല എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് വരെ അവധിക്കാലം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, വലിയ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നത്, അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ അവധിക്കാലം നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, അവധിക്കാലത്തിന് തൊട്ട് മുൻപായാണ് എല്ലായിടങ്ങളിലും വാർഷിക പരീക്ഷ നടക്കുക. വാർഷിക പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവും. ഫലപ്രഖ്യാപനത്തിൻ്റെ തുടർച്ചയായിട്ട് തുടർ പഠനമുണ്ട്. ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകൾ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് പോലുള്ള പരീക്ഷകൾ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകൾ, അതൊക്കെ ഏപ്രിൽ മെയ് മാസത്തിൽ വെക്കേഷൻ, അതിനു മുൻപ് നടന്ന പരീക്ഷ, അതിനുശേഷമുള്ള ഫലപ്രഖ്യാപനം, അതിനനുസൃതമായിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലോട്ട് മഠം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ അധ്യാപക സംഘടനകൾ മന്ത്രിയുടെ നിർദ്ദേശത്തെ തള്ളിയിരിക്കുകയാണ്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേശീയ തലത്തിലുള്ള പരീക്ഷകൾ അത് വളരെയധികം ബാധിക്കും ഇത്തരത്തിൽ അവധിക്കാലം മാറ്റിയാലെന്നും, മാത്രവുമല്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരുപാട് പിന്നിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അല്ലേ? ദേവിക, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്. ഒരു അക്കാഡമിക്കൽ കലണ്ടർ ഇന്ത്യയിൽ ഉടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ ഒരു അക്കാഡമിക് കലണ്ടർ നിലനിൽക്കുന്നുണ്ട്. ഇത്ര ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങുന്നു. അങ്ങനെ ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങി ജൂണും ജൂലൈയും കഴിഞ്ഞ് ഓഗസ്റ്റോടുകൂടി ഓണപ്പരീക്ഷ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം സെപ്റ്റംബറും ഒക്ടോബറും നവംബറും കഴിഞ്ഞ് നവംബർ പകുതിയോളമാകുന്ന സമയത്ത് ക്രിസ്മസ് പരീക്ഷ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ജനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് മാസത്തിലേക്കാവുമ്പോൾ വാർഷിക പരീക്ഷ നടക്കുന്നു. ഇങ്ങനെയാണ് കേരളത്തിൽ ഒരു അക്കാഡമിക് കലണ്ടർ കാലങ്ങളായി ഉണ്ടായി വരുന്നത്. അപ്പോൾ ആ അക്കാഡമിക് കലണ്ടറിനനുസരിച്ചിട്ടാണ് മറ്റു എൻട്രൻസ് എക്സാം അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷകളെല്ലാം തന്നെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഓരോ സംസ്ഥാനത്തുമുള്ള അക്കാഡമിക് കലണ്ടർ അനുസരിച്ചിട്ടാണ് ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകളുടെയൊക്കെ തന്നെ ഒരു അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് കേരളത്തിൽ ഇത്തരത്തിലൊരു അവധിക്കാല മാറ്റമുണ്ടായാൽ അത് വലിയ തോതിൽ വിദ്യാർത്ഥികളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് അധ്യാപക സംഘടനകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ പരീക്ഷകൾക്കിടയിലുമെല്ലാം തന്നെ ഒരു അധ്യാപിക ടീച്ചേഴ്സ് മാനുവൽ തന്നെ ഉണ്ടാകും. ആ ടീച്ചേഴ്സ് മാനുവൽ അനുസരിച്ചിട്ടായിരിക്കും അധ്യാപകരൊക്കെ തന്നെ പഠനവും വിദ്യാർത്ഥികളും പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ സ്വായത്തമായി പഠിക്കുകയും അവർ ആ പഠനം നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഇതിനെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ദേശീയ അധ്യാപക പരിഷത്ത് ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രി കുറച്ചുകൂടി കാഴ്ചപ്പാടോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയത്തിനും അപ്പുറത്തായി നോക്കിക്കാണാൻ തയ്യാറാകണമെന്നതാണ് NTUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് മാസ്റ്റർ നമ്മളോട് സംസാരിക്കുമ്പോൾ
പറയുന്നത്. അദ്ദേഹം വീണ്ടും ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഈ ജൂൺ മാസത്തിൽ, അതായത് മെയ് ഏപ്രിൽ മാസത്തെ അവധി അത് ജൂൺ ജൂലൈ മാസത്തിലേക്ക് ആക്കിയാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് പ്രധാനമായും മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലമാകുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും കൂടുതൽ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ, അതായത് കാറ്റും മഴയും ഉണ്ടാകുന്ന സമയത്ത് വെള്ളക്കെട്ടും പകർച്ചവ്യാധിയും അതുപോലെ തന്നെ കാറ്റടിച്ച് ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം മറിഞ്ഞു വീഴുന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, ഇങ്ങനെയെല്ലാം തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചോദിക്കുന്നത്, ജൂലൈ മാസത്തിലാണ് ഇത്തരത്തിലൊരു അവധി ഉണ്ടായി, ഓഗസ്റ്റ് മാസത്തിലേക്ക് വീണ്ടും സ്കൂൾ തുറന്നാൽ ഓണത്തിന് വീണ്ടും ഒരു അവധി കൊടുക്കേണ്ടി വരില്ലേ? അത്തരത്തിൽ അവധി കൊടുത്താൽ വീണ്ടും വിദ്യാർത്ഥികളുടെ അക്കാഡമിക്കൽ എണ്ണം അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് ലഭിക്കുന്നതിൻ്റെ എണ്ണം കുറയില്ലേ എന്നതാണ് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും പക്ഷേ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇത് പൊതുതലത്തിൽ ഒരു രാഷ്ട്രീയമെന്ന നിലയ്ക്ക് വിശാലമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്തായാലും ഇക്കാര്യത്തിൽ തുടക്കം കുറിച്ചത്. പക്ഷേ ആ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ അപാകതകൾ എന്തൊക്കെയാണ് എന്ന് മന്ത്രി മനസ്സിലാക്കുന്നില്ല എന്നതാണ് അധ്യാപക സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പരാതി. ഇത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇതിലൊരു നിലപാട് വ്യക്തമാക്കി. ഇതിൽ കൂടുതൽ ചർച്ചയുണ്ടാകട്ടെ, വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും രക്ഷിതാക്കളുമായും അതുപോലെ തന്നെ അക്കാഡമിക്കൽ വിദഗ്ധരുമായും എല്ലാം തന്നെ ഒരു ചർച്ചയുണ്ടാകട്ടെ. ആ ചർച്ചയുടെ ഭാഗമായി ഇത്തരത്തിലൊരു ആശയം നടപ്പിലാക്കാൻ കഴിയുന്നതിൽ നല്ലത് ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാമെന്നുള്ള നിലപാട് തന്നെയായിരുന്നു പ്രതിപക്ഷ സംഘടനകൾ അടക്കം നേരത്തെയും എടുത്തിരുന്നത്. ഇത് കുറച്ചുകൂടി വ്യക്തമായി ഇതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അക്കാഡമിക് കലണ്ടറിലും മാറ്റമുണ്ടാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിലവിൽ ഇപ്പോൾ. അധ്യാപക സംഘടനകൾ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് മഴക്കാലമാണ്. കൂടുതൽ കുട്ടികൾ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. കായികമായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ മാനസിക ഉല്ലാസത്തിനോ ഒന്നും കഴിയുന്നൊരു സാഹചര്യമില്ല. മൊബൈൽ ഫോണിൽ ബാല്യങ്ങൾ ഒതുങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ. അമേരിക്കയിലെ ഖലിസ്ഥാൻ വിമർശകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഭാരതീയനായ സുഖി ചഹാലാണ് കാലിഫോർണിയയിൽ മരിച്ചത്. സുഹൃത്തിന്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് മരണം. ഖലിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനായിരുന്നു സുഖി ചഹാൽ. നിരവധി ഖലിസ്ഥാൻ അനുകൂല സംഘടനകളിൽ നിന്ന് ചഹാലിന് വധഭീഷണി ഉണ്ടായിരുന്നു. ഐസൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇപ്പോൾ ഖലിസ്ഥാൻ വിമർശകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുകയാണ്. സുഖി ചഹാൻ നിരന്തരമായി തന്നെ ഖലിസ്ഥാനുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിരുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലിഫോർണിയയിലാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. മരണം ദുരൂഹ സാഹചര്യത്തിലെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പോലീസിനോടും മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയത് മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ പാർട്ടിക്ക് ക്ഷണിക്കുകയും പാർട്ടിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ബോധരഹിതനായി വീണ് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വിവരം. ആരോഗ്യവാനായ സുഖി ചഹാലിനെ, കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സുഖി ചഹാലിന്റെ മരണം അതീവ ഗുരുതരമായ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനമെല്ലാം തന്നെ സുഖി ചഹാൽ എന്ന് പറയുന്ന ഭാരതീയനായ ഒരു വ്യവസായിയും അതുപോലെ തന്നെ മാധ്യമ സംരംഭകൻ കൂടിയായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഖാലിസ്ഥാൻ ഭീകരതയ്ക്കെതിരായ ശക്തമായ നിലപാടുകളായിരുന്നു. സമാധാന സന്ദേശം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നത്. ഖാലിസ്ഥാനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ, അതായത് ഈ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ വീണ്ടും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് ഏതെങ്കിലും തരത്തിൽ ഖാലിസ്ഥാൻ പോലുള്ള സംഘടനകളുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കുകയും നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതിനുള്ള ശക്തമായ നടപടി അമേരിക്കയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. എല്ലാ ഖാലിസ്ഥാൻ സ്വഭാവമുള്ള സംഘടനകൾക്കും അതിലേക്ക് ചെറുപ്പക്കാർ ആകൃഷ്ടരാകാതിരിക്കുന്നതിനെ ഒരു പ്രതിരോധം തീർക്കുകയായിരുന്നു സുഖി ചഹാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം അല്ലെങ്കിൽ പ്രവാസകാലം മുഴുവനും എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെ വലിയൊരു തോതിലുള്ള ഭീഷണി ഉയർന്നു വരികയും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഈ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സുഹൃത്തിന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെടുകയും അവിടെ എത്തി ഭക്ഷണം കഴിച്ച് നിമിഷങ്ങൾക്കകം ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമുള്ള ഒരു സാഹചര്യം ഇതിന്റെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ നടപടികളെല്ലാം തന്നെ അന്വേഷണത്തിന്
ശേഷമായിരിക്കും തീരുമാനത്തിലെത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഖാലിസ്ഥാൻ ഭീകരർക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അമേരിക്കയിലെ നടപടിയും അതുപോലെ തന്നെ പാസ്പോർട്ട് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും മാത്രമല്ല ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായി എതിർക്കുകയും ഖാലിസ്ഥാൻ ഭീകരതയെ അതിശക്തമായി എതിർക്കുകയും ഇത്തരത്തിലുള്ള ഖാലിസ്ഥാൻ ഭീകരർ വിദേശ രാജ്യങ്ങളിൽ തമ്പടിച്ച് ഭാരതത്തിലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വൻതോതിലുള്ള വിമർശനവും ഭീഷണിയും ഖാലിസ്ഥാൻ ഭാരതത്തിനെതിരെ പോലും ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതീയൻ കൂടിയായ സുഖി ചഹാലിന്റെ മരണം എന്നത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഉയർന്നു വരികയാണ്. ദേവിക. ശരി ഐസൻ. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ടയെന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടിയുമായി ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് വിവേചനം കാണിച്ചിട്ടില്ല എന്നും സർക്കാർ തന്നെ വിവിധ പദ്ധതികൾ തങ്ങളെ ഏൽപ്പിക്കാറുണ്ടെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. സർക്കാരുമായി സഹകരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ബസ്തർ മേഖലയിലെ ജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഈ ബസ്തർ ഏരിയയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എതിർപ്പോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ 7 ജില്ല എടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുന്നത് തിരിച്ച് വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആൾക്കാർക്ക് അഭിമാനമേ ഉള്ളൂ. അതുപോലെ നമ്മുടെയൊക്കെ ഹോസ്റ്റലുകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ കുട്ടികളെ വിടാനായിട്ട് നമുക്കറിയാം ആർക്കും അതിനോട് താല്പര്യമുള്ളൂ. ആ രീതിയിൽ സർവീസ് എല്ലാവരും വിലമതിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബാലഗിരി ഒരു ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ നബാർഡ് പ്രോഗ്രാംസ് അങ്ങനെയുള്ളത് ഗവൺമെൻറ് നമ്മളൊരു NGO ആയിട്ട് കണ്ട് ഏൽപ്പിച്ച് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പൊതുവേ നമ്മളോട് അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസമില്ല. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയാണോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളതുള്ളൂ. പക്ഷേ അത് ഒരിക്കലും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടും വന്നിട്ടില്ല. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ കേട്ട ഒരു വ്യാജ പ്രചരണമായിരുന്നു ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്നത്. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പ്രതികരിച്ചിരിക്കുന്നത്. ദേവിക, ഇത് നമ്മൾ കരുതിയതുപോലെ അത്ര നിസ്സാരമായ കാര്യമല്ല. മറിച്ച് അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഇവിടുത്തെ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരിക്കുന്നു. ബസ്തർ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരിക്കുന്നു. ഇത് ആ രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മൾ വളരെ നിസ്സാരമായ ഒരു സംഗതിയായി കാണുന്നത് പോലെയോ ചെറിയൊരു വാർത്തയായി കാണുന്നത് പോലെയോ അല്ല ഇതിനെ കാണേണ്ടത്. കാരണം ഈ വാർത്തയ്ക്ക് ഈ പ്രതികരണത്തിന് അത്രയധികം വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സീരിയസ്നെസ്, അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ കൂടി മനസ്സിലാക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി നമ്മൾ ഛത്തീസ്ഗഡിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ ഇവിടെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു, ഇവിടെ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു, ഇവിടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ പുരോഹിതരെയും വേട്ടയാടുന്നു തുടങ്ങിയ വാർത്തകളാണ് കേട്ടുകൊണ്ടിരുന്നത്. 37 വർഷമായി ഇവിടെ പണിയെടുക്കുന്ന ഒരു വികാരി അദ്ദേഹം വന്ന് പറയുകയാണ് ഇവിടെ ലോഹയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. 37 വർഷമായി പണിയെടുക്കുന്ന ആൾക്ക് 37 വർഷവും ഇവിടെ പണിയെടുക്കാൻ സാധിച്ചിട്ടും അദ്ദേഹം പറയുന്നത് ലോഹയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്. അദ്ദേഹത്തിനടക്കമുള്ള മറുപടിയാണ് നിലവിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ ബസ്തർ ബിഷപ്പ് കൂടിയായ ജോസഫ് കൊല്ലംപറമ്പിൽ. അദ്ദേഹത്തെ നമ്മൾ കണ്ട സമയത്ത് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ പ്രതികരണമാണ് ജനം TV ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ഛത്തീസ്ഗഡിൽ നിന്നും കേരളത്തിലെ ആളുകൾക്ക്, കേരളത്തിൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി തന്നെയാണ് ഇത്. കാരണം ഇവരുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന വ്യക്തി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് വിവേചനം കാട്ടാറില്ലെന്ന് പറയുന്നു. സർക്കാർ തന്നെ വിവിധ പദ്ധതികൾ തങ്ങളെ ഏൽപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ബാലഗിരി പദ്ധതി, നബാർഡ് പ്രോഗ്രാമുകൾ എന്നിവ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരുമായി സഹകരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബസ്തർ മേഖലയിൽ പ്രാദേശിക ജനതയിൽ നിന്നും എതിർപ്പുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, ഏറ്റവും കൂടുതൽ പിന്നാക്ക പട്ടികവർഗ വിഭാഗക്കാരുള്ള സ്ഥലം, വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്ന സ്ഥലം, എന്നിട്ടും ഇവിടുത്തെ ആളുകൾ ഇവരെ അത്രയധികം കണ്ട് എതിർക്കാനോ ഇവരുമായി എന്തെങ്കിലും പ്രശ്നത്തിനോ പോകുന്നില്ല എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ഗ്രാമങ്ങളിൽ മതപരമായ ശുശ്രൂഷകളിൽ അഭിമാനത്തോടെ പങ്കെടുക്കുന്നവരുണ്ട് എന്നും അദ്ദേഹം പറയുന്നത്. അതായത് അവരുടെ പരിപാടികൾക്ക് തടസ്സം നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭരണകൂടം ഇടപെട്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ തിരുത്താറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്, സ്കൂളുകളും ഡിസ്പെൻസറികളും നടത്തുന്നുണ്ട്, വിവിധ ആശുപത്രികൾ ഈ പ്രദേശങ്ങളിൽ നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അവയെല്ലാം സുഗമമായി ഓടുന്നുണ്ട്. തങ്ങൾ ചെയ്യുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകാറുണ്ട്. എന്നാൽ ഇതുവരെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ സംശയമായിരിക്കാം. തങ്ങൾ മതപരിവർത്തനമാണോ നടത്തുന്നത് എന്ന് ആളുകൾക്ക് തോന്നാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് ബുദ്ധിമുട്ടായി മാറിയിട്ടില്ല എന്നും പറയുന്നു. അതായത് ഈ കേരളത്തിൽ നടന്ന മുഴുവൻ ചർച്ചകൾ, ഈ കഴിഞ്ഞ 10 ദിവസങ്ങളായി തുടരുന്ന മുഴുവൻ ചർച്ചകൾക്കും, ഈ കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന മുഴുവൻ നരേറ്റീവുകൾക്കും, ഈ കഴിഞ്ഞ മുഴുവൻ 10 ദിവസങ്ങളിലായി തുടരുന്ന വ്യാജ പ്രചാരണങ്ങൾക്കും മുഖമടച്ച മറുപടിയാണ് ഇപ്പോൾ ജനം ടി വിയിലൂടെ ജോസഫ് കൊല്ലംപറമ്പിൽ ബിഷപ്പ് നൽകുന്നത്. ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷനാണ്. 1976 മുതൽ ബസ്തറിലുള്ള വ്യക്തിയാണ്, പാലാ സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം, അദ്ദേഹം ഇപ്പോൾ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. മാത്രമല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ചെവി തുറന്നത് കേൾക്കണം, കണ്ണു തുറന്ന് ഈ വാർത്ത കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ ആരോപിച്ചതുപോലെയല്ല, നിങ്ങൾ നൽകിയ നരേറ്റീവ് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും നേതൃത്വം കൂടി ഇത് കാണണം. നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഒരു തട്ടുകേട് സംഭവിച്ചു. ഇവിടെ ഉടൻ തന്നെ 37 വർഷം ഇവിടെ ലോഹ ധരിച്ച് ഇവിടെ മതപ്രചാരണം നടത്തിയ ഒരു വികാരി വന്ന് പറയുകയാണ്, ഛത്തീസ്ഗഡിൽ അന്നത് മധ്യപ്രദേശിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തൊട്ട് അദ്ദേഹം തുടങ്ങിയതാണ് ഈ പണി. അദ്ദേഹം വന്നിട്ട് പറയുകയാണ് ലോഹ ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന്. അങ്ങനെ ഇറങ്ങാൻ കഴിയാത്ത എന്ത് സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. എങ്കിൽ പിന്നെ 37 വർഷം അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ കഴിയുമായിരുന്നു? ആ ചോദ്യം ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്കം തലപ്പത്തിരിക്കുന്നയാളാണ്, ബിഷപ്പാണ് പറയുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമല്ലേ? അത് മതപരിവർത്തനത്തിന് ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചില സ്ഥലങ്ങളിൽ നിന്നും പ്രതിരോധം ഉണ്ടാകാറുണ്ടായിരിക്കാം എന്നതൊഴിച്ചാൽ സുഖമായി ജീവിക്കാവുന്ന സാഹചര്യമാണ്. അതും സർക്കാർ തന്നെ, BJP സർക്കാർ വലിയ പാതകം ചെയ്യുന്നു, എതിരാണ് എന്ന് പറയുമ്പോഴാണ് പറയുന്നത് ഞങ്ങളെ പദ്ധതികൾ ഏൽപ്പിക്കാറുണ്ട് ആദിവാസി മേഖലകളിൽ നടപ്പാക്കാൻ, ഞങ്ങളെ NGO ആയി പരിഗണിക്കാറുണ്ട് എന്നാണ് ബിഷപ്പ് പറയുന്നത്. വലിയ മറുപടി, വലിയ വാർത്തയാണ് ഇത്. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ, അതിനെല്ലാം ഒരു മറുപടിയുമായി ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ തങ്ങളോട് ഒരു വിവേചനവും ഇതുവരെയും കാണിച്ചിട്ടില്ല എന്നും സർക്കാർ വിവിധ പദ്ധതികളിൽ തങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഏൽപ്പിക്കാറുണ്ട് എന്നും അദ്ദേഹം ജനം TVയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സർക്കാരുമായി സഹകരിച്ചാണ് തങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ബസ്തർ മേഖലയിലെ ജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ഇടത് വലത് പ്രതിനിധികൾ ഛത്തീസ്ഗഡിലേക്ക് എത്തുകയും എന്നാൽ യാതൊരു തരത്തിലുള്ള ഒന്നും അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം അവർക്കുണ്ട്. കാരണം BJPയുടെ സമയോചിതമായ ഇടപെടൽ തന്നെയാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിവച്ചത് എന്ന് വിവിധ ക്രൈസ്തവ സംഘടനകളും സഭാപ്രതിനിധികളും എല്ലാം പറയുന്നൊരു സാഹചര്യം. പക്ഷേ അവർക്ക് അവിടെ എത്തിയവർക്ക് അവർ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രചരണങ്ങളുമായി അവർ രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അതിനെല്ലാം ഒരു മറുപടിയുമായി ഇപ്പോൾ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ദേവിക, നമുക്ക് ഈ ബുള്ളറ്റിനിൽ തന്നെ നമ്മളോട് ഈ സമയത്ത് തന്നെ നമുക്ക് ആ പ്രതികരണം ഒരു തവണ കൂടി കേൾപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ആ വാർത്ത വീണ്ടും ഒരു തവണ കൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറയുന്നതിനും അപ്പുറം അദ്ദേഹം തന്നെ പറയുന്ന കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു തവണ കൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഈ ഒരു സമയത്ത് അത് ഒരു തവണ കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും. പക്ഷേ ഇപ്പോൾ ദേവിക ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരിവിടെ മത പ്രചാരണം നടത്തുന്നുണ്ട്, അത് ശരിയാണ്. മത പരിവർത്തനം ഇവിടെ നടത്തുന്നുണ്ട്, അതും ശരിയാണ്. അതിൻ്റെ വാർത്തകൾ നമ്മൾ എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് നടന്ന കാര്യങ്ങൾ നമ്മുടെ ജനസമൂഹം അറിയണം. അത് നമുക്കും ജനം TVക്കും ഒരു വാശി തന്നെയാണ് എന്ന് കൂട്ടിക്കോളൂ. കാരണം അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ബസ്തറിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത്
ഏറ്റവും വലിയ നക്സൽ ബാധിത, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നക്സൽ ബാധിത മേഖലകളിൽ ഒന്നായ ബസ്തറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബസ്തറിലെ ജഗ്ദൽപൂർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ ഈ കാണുന്നത് ജഗ്ദൽപൂരിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ത്യയിലെ റെഡ് കോറിഡോറിൻ്റെ ഭാഗമായ ബസ്തർ ഡിവിഷനിലെ ജഗ്ദൽപൂരിലാണ് ഇന്ന് ഞാൻ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ബസ്തർ മേഖലയിലെ ഏറ്റവും റിമോട്ടായ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോയിരുന്നു. ജനം TV സംഘം പോയിരുന്നു. കേന്ദ്ര മന്ത്രി വിദ്യാചരൺ ശുക്ലയടക്കം കൊല്ലപ്പെട്ട ഏതാണ്ട് 10-30 കോൺഗ്രസ്സുകാരെ കൊന്ന സ്ഥലത്തേക്ക്, മാവോയിസ്റ്റുകൾ കൊന്ന സ്ഥലത്തേക്ക് വരെ നമ്മൾ പോയിരുന്നു. ഈ മതപരിവർത്തനത്തിൻ്റെ ദുരിതം പേറുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതികരണമടക്കം എടുക്കാൻ നമ്മൾ ഏറ്റവും റിമോട്ടായ ഗ്രാമങ്ങളിലേക്ക് വരെ പോയിരുന്നു. വരുന്ന ദിവസങ്ങളിൽ അത് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഇത്രയുമൊക്കെയായി. എന്തായാലും കേരളത്തിലെ ഹിന്ദു സംഘടനകളെ, സംഘപരിവാർ സംഘടനകളെ പരമാവധി താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. ഛത്തീസ്ഗഡിലെ ഹിന്ദു സംഘടനകളെ, ഛത്തീസ്ഗഡിലെ സർക്കാരിനെ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കുറേ മതമേലധ്യക്ഷന്മാരും ചേർന്ന് താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. അവരെന്തായാലും അവരുടെ പണിയെടുത്തു. അവർ അവിടെ നിന്നും പിരിയുകയും ചെയ്തു. നമുക്ക് അങ്ങനെ പിരിയാൻ കഴിയില്ലല്ലോ. എന്തായാലും നിങ്ങൾ ചെയ്തതിന്, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞ ശേഷം എന്തായാലും പോയാൽ മതി എന്നാണ് നമുക്കും പറയാനുള്ളത്. അതിനുള്ള വാർത്തകളുമായി ഈ ബസ്തർ ബെൽറ്റിൽ നിന്നും നമ്മൾ വരികയും ചെയ്യും. ഞാൻ നിൽക്കുന്ന സ്ഥലം പോലും അത്രയും ഭീതിതമായ ഒരു സ്ഥലമാണ്. നമുക്ക് ഓപ്പണായി കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളാണ് പലയിടത്തുമുള്ളത്. ഇന്നലെ നമ്മൾ അവിടുത്തെ റിമോട്ട് വില്ലേജുകളിലേക്കൊക്കെ തന്നെ പോയിരുന്നു. അവിടെ അധിക സമയം നമുക്ക് നിൽക്കാനും കഴിയാത്തൊരു സ്ഥലമാണ്. പക്ഷേ അതിനിടയിൽ നമ്മൾ പരമാവധി വിവരങ്ങൾ കരുതിയിട്ടുമുണ്ട്. ദീപിക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രതികരണം ഒന്നുകൂടി നമുക്ക് ഇതിനിടയിൽ കാണിച്ചെങ്കിൽ എന്തായാലും ക്രൈസ്തവർക്കെതിരെ വേട്ട നടക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഒന്നുകൂടി കേട്ടതിന് ശേഷം തിരികെ എത്താം. ഈ ബസ്തർ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഈ 7 ജില്ല എടുത്താൽ അങ്ങനെ ഒരു എന്താ പറയുന്നത്, തിരിച്ച് വ്യത്യാസത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ആൾക്കാർക്ക് അഭിമാനമേ ഉള്ളൂ. അതുപോലെ നമ്മുടെയൊക്കെ ഹോസ്റ്റലുകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ കുട്ടികളെ വിടാനായിട്ട് നമുക്കറിയാം ആർക്കും അതിനോട് താല്പര്യമുള്ളൂ. ആ രീതിയിൽ സർവീസ് എല്ലാവരും വിലമതിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബാലഗിരി ഒരു ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ നബാർഡ് പ്രോഗ്രാംസ് അങ്ങനെയുള്ളത് ഗവൺമെൻറ് നമ്മുടെ ഒരു NGO ആയിട്ട് കണ്ട് ഏൽപ്പിച്ച് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പൊതുവേ നമ്മളോട് അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസമില്ല. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയാണോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ളതുള്ളൂ. പക്ഷേ അത് ഒരിക്കലും അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടും വന്നിട്ടില്ല. ക്രൈസ്തവ വേട്ടയാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ജനം TVയോട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അത്തരത്തിലൊരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, BJP സർക്കാർ തങ്ങളോട് ഒരിക്കലും വിവേചനം കാണിച്ചിട്ടില്ല. സർക്കാർ തന്നെ വിവിധ പദ്ധതികളിൽ തങ്ങളെ ഉൾപ്പെടുത്താറുണ്ട്, ഏൽപ്പിക്കാറുണ്ട് എന്നും അദ്ദേഹം ജനം TVയോട് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന്. ശ്രീകാന്ത്, നമുക്കിപ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ക്രൈസ്തവ വേട്ട അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ അത് തങ്ങളെ ഏൽപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ സഹകരണത്തോടുകൂടി പല കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, അത്രത്തോളം സംരക്ഷണമാണ് തങ്ങൾക്ക് അവിടെ സർക്കാർ ഒരുക്കുന്നത് എന്നുകൂടി അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദേവിക, ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ജനം TVയുടെ പ്രേക്ഷകരിലേക്കായി ഈ വാർത്ത നമ്മൾ എത്തിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു സമയത്തെന്നല്ല ഇപ്പോഴും ഇവിടം അത്യാവശ്യം നന്നായി തന്നെ നക്സൽ പ്രദേശം തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ബസ്തർ ഡിവിഷനിലാണ്. എന്താണ് ബസ്തർ എന്നറിയാവുന്നവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയും ഉണ്ടാകും. അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ളവർക്കും അത്യാവശ്യം ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്കും ബസ്തർ എന്താണെന്ന് മനസ്സിലാകും. ബസ്തർ ഡിവിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നക്സൽ ബാധിത മാവോയിസ്റ്റ് മേഖല എന്നാണ് ബസ്തറിനെ കുറിച്ച് പറയുന്നത്. ആ ബസ്തറിലെ ജഗ്ദൽപൂർ പട്ടണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലേക്കൊക്കെ തന്നെ പോയിരുന്നു. ഏറ്റവും റിമോട്ടായിട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് പോകാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. കാരണം
ഛത്തീസ്ഗഡിൽ നമ്മൾ കേട്ട വാർത്തകൾ, ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല തിരുവസ്ത്രമിട്ടുകൊണ്ട് എന്നൊരു വികാരി പറയുന്ന കേട്ടു. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾ ചിലർ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്ന്. എങ്കിൽ പിന്നെ അത് സത്യമാണോ ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇന്ന് കേരളത്തിലുള്ളത് ജനം ടി വിക്ക് മാത്രമാണ്. നമ്മൾ ബസ്തറിലേക്ക് എത്തി, ബസ്തറിൽ മാധ്യമപ്രവർത്തനം നടത്തുക, ബസ്തറിൽ പുറത്തു നിന്നും വന്ന് റിമോട്ട് ഗ്രാമങ്ങളിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാപരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ചില മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി നമ്മൾ ആ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ. പക്ഷേ നമുക്ക് എന്താണോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്താണോ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നക്സൽ ബാധിത മേഖലയിൽ, മാവോയിസ്റ്റ് ബാധിത മേഖലയിൽ 1976 മുതൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ CMI സഭയുടെ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ജനം ടി വിയോട് പറയുന്നു, ഞങ്ങൾക്കിവിടെ മതപ്രചാരണത്തിന് പ്രശ്നങ്ങളില്ല. അദ്ദേഹവും ലോഹയിട്ട് തന്നെയാണ് പുറത്തിറങ്ങി നടക്കുന്നത് 1976 മുതൽ. അദ്ദേഹം പറയുന്നത്, ഇവിടുത്തെ സർക്കാർ ഞങ്ങൾക്കെതിരല്ല, ഇവിടുത്തെ സർക്കാർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ഇത് BJPയുടെ സർക്കാരല്ലേ, നിങ്ങളെ ഉപദ്രവിക്കാറില്ലേ എന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളെ ഒരു തരത്തിലും സർക്കാർ ഇവിടെ ഉപദ്രവിക്കാറില്ല എന്ന് മാത്രമല്ല, ബാലഗിരി പോലുള്ള പദ്ധതിയിൽ ഞങ്ങളെ സഹായിക്കാറുണ്ട്. അത് ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. നബാർഡിൻ്റെ പ്രോഗ്രാമുകൾ ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. സർക്കാരിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത നക്സൽ മാവോയിസ്റ്റ് പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഈ ബസ്തർ മേഖലയിലെ ഒരൊറ്റ ആളുകളും ഞങ്ങളെ ഇന്നേ വരെ മോശമായി സമീപിച്ചിട്ടില്ല, ഞങ്ങൾക്കിവിടെ ഒരു വിവേചനം അനുഭവപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ജനം ടി വിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ദേവിക ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഈ കേട്ടതൊന്നും അല്ല ശരി, ഈ കേട്ടതിനപ്പുറം വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമാണ്, അവരുടെ കൂട്ടത്തിൽ മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ മത പ്രചാരണത്തിന് പോയ 2 പേർ ജയിലിലായ സാഹചര്യത്തിൽ അവരെ പുറത്തിറക്കാൻ സമയത്ത് പല തരത്തിലുള്ള ന്യായങ്ങളും സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ അവർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കുറ്റം പറയുന്നില്ല. രാഷ്ട്രീയക്കാർ അത് മുതലെടുക്കാനും ശ്രമിക്കും. പക്ഷേ അതിനുമപ്പുറം വസ്തുത എന്താണെന്ന് ജനം ടി വിയുടെ പ്രേക്ഷകർക്ക്, നമുക്ക് എല്ലാവരിലേക്കും എത്തുന്നതിനുള്ള പരിമിതി ഉണ്ടെങ്കിൽ പോലും ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു, യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതാണ്, നിങ്ങൾ കേൾക്കുന്നതൊന്നുമല്ല ശരി. ഇതാ ബസ്തർ ബിഷപ്പ് ഈ സംഭവങ്ങൾ നടന്ന, ഇവരെല്ലാവരും ദുർഗിൽ നിന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിന്നും ഏതാണ്ട് 4-5 മണിക്കൂർ യാത്രയുണ്ട് ഈ ബസ്തറിലേക്ക്. ആ ബസ്തറിൽ, ഈ ഹോട്ട് ബെഡിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു, ജനം ടി വി സംഘം. അവിടെ നിന്നും നമ്മൾ പറയുന്നത്, ഇവിടെ നടക്കുന്നത് മതപരിവർത്തനവും മതപ്രചാരണവും നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ വേട്ട നടക്കുന്നില്ല എന്ന് ബിഷപ്പ് തന്നെയാണ് തുറന്നു പറയുന്നത്. ഈ ശ്രീകാന്ത്, അത് നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ. ഈ നടന്നതെല്ലാം വ്യാജ പ്രചരണമാണെന്നും അത്തരത്തിലൊരു കാര്യം ഛത്തീസ്ഗഡിൽ നടക്കുന്നേ ഇല്ല എന്നും നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പക്ഷേ മറ്റൊരു വശത്ത് നമുക്ക് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം, വളരെ വ്യാപകമായി മതപരിവർത്തനം നടക്കാതിരിക്കാനുള്ള ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് ആരായാലും തന്നെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ളൊരു സ്റ്റാൻഡിലാണല്ലോ ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രദേശത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊടിയ ദാരിദ്ര്യമാണ്. അത് നമ്മൾ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാകും. അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇല്ലാത്തത് ഇവിടുത്തെ സർക്കാരിൻ്റെ കുറ്റമല്ല ദേവിക, അത് ഈ 40 വർഷങ്ങളായി ഈ മേഖലയെ വികസനത്തിൽ നിന്നും പിന്നോട്ടടിച്ച ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ പ്രദേശത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ ഒരു റോഡ് പണിതാൽ ഇവന്മാർ ബോംബ് വെച്ച്, മൈൻ വെച്ച് അത് ബ്ലാസ്റ്റ് ചെയ്ത് കളയും. ഇവിടെ ഒരു പാലം പണിതാൽ ബോംബ് വെച്ച് ഇവന്മാർ പൊട്ടിച്ച് കളയും. ഇവിടെ സ്കൂളുകളോ മറ്റോ പണിതാൽ അത് അവന്മാർ തകർക്കും. ഇവിടെ നന്നായി പഠിച്ച ആരെങ്കിലും ഗ്രാമത്തിലുണ്ടെങ്കിൽ അവൻ സർക്കാരിൻ്റെ ആളായി മാറുമോ എന്ന ഭയത്തിൽ അവനെ കൊന്നുകളയും. ഒന്ന് ആലോചിക്കണം, ഒരു മന്ത്രിയെയും കോൺഗ്രസിൻ്റെ, ഈ കടന്ന് പ്രതിഷേധിച്ച കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, അവരുടെ നേതാക്കളെയും അടക്കം 34 പേരെ ഒരേ ദിവസം ഒരേ സമയം വെടിവെച്ച് കൊന്ന സ്ഥലത്താണ് ഇന്നലെ ഞങ്ങൾ പോയത്, ജനം ടി വി സംഘം പോയത്. അത്രയധികം വലിയ മാവോയിസ്റ്റ് ബാധിത മേഖലയാണ് ഇവിടം. ആ സ്ഥലത്ത് സർക്കാരിന് കയറി ചെല്ലാൻ കഴിയില്ല, ആ സ്ഥലത്ത് സർക്കാരിന് വികസന പദ്ധതികൾ നടത്താൻ കഴിയില്ല. ഇച്ഛാശക്തിയുള്ള ഭരണകൂടം കേന്ദ്രത്തിൽ വരികയും അമിത്ഷായുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സമാധാൻ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഒറ്റ എണ്ണത്തിനെ പുറത്തേക്ക് കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. പേടി ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്കുമുണ്ട്, ഉണ്ട കയറും എന്ന പേടി. അതിനാൽ ഒറ്റ എണ്ണത്തിനെ പുറത്തേക്ക് കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് ഇവിടുത്തെ ഈ മതപരിവർത്തനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്.
ഇപ്പോഴത് മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം വികസനം ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ദേവിക ഉറപ്പിച്ച് പറയാം, ഈ കേട്ട നരേറ്റീവുകൾ ഒന്നുമല്ല ശരി. നിങ്ങൾ ബസ്തറിലേക്ക് വരൂ, നിങ്ങൾ ദന്തേവാഡയിലേക്ക് വരൂ, നിങ്ങൾ സുഗ്മയിലേക്ക് വരൂ, നിങ്ങൾ ഇവിടെ വന്ന യാഥാർത്ഥ്യം തിരിച്ചറിയൂ. അല്ലെങ്കിൽ ഇവിടെ നിന്നും ശരി ശ്രീകാന്ത്, ഞാൻ വളരെ പെട്ടെന്ന് ഇടപെടുകയാണ്. കാരണം മലയാളത്തിന്റെ സ്നേഹവാചനം സാനു മാഷിന് വിട ചൊല്ലുകയാണ് കേരളക്കര. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആംബുലൻസിലേക്ക് ഭൗതികദേഹം മാറ്റിയിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് എറണാകുളം റോഡിലെ വസതിയായ സന്ധ്യയിലെത്തിക്കും. അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രവിപുരത്തെ പൊതു ശ്മശാനത്തിൽ നടക്കുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. വൈകുന്നേരം 5-ന് എറണാകുളം ടൗൺ ഹാളിൽ തന്നെ അനുശോചന യോഗവും ചേരും. ഇന്നലെ വൈകിട്ട് 5:35-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. സൗഹൃദങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലേ? ഇന്ന് ലോക സൗഹൃദ ദിനമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ലോക സൗഹൃദ ദിനം ആചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ലോകമെങ്ങുമുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായി സൗഹൃദം പങ്കിടാം, പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താം. ഇന്ന് ലോക സൗഹൃദ ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ലോക സൗഹൃദ ദിനമായി ആചരിക്കുന്നത്. സുഹൃത്ത് ബന്ധത്തിന്റെ ഊഷ്മളതയും സ്നേഹവുമൊക്കെ പരസ്പരം പങ്കിടാൻ ഒരു ദിവസം. സുഹൃത്തുക്കളുമായും മറ്റുള്ളവരുമായുമൊക്കെ സൗഹൃദം പങ്കിടാം. ലോക സൗഹൃദ ദിനത്തിനും ഒരു ചരിത്രമുണ്ട്. 1958 ജൂലൈ 20-ന് പരാഗ്വേ നദിക്കരയിലുള്ള പ്യൂർട്ടോ പിനാസ്കോ എന്ന പട്ടണത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഒരു അത്താഴ വിരുന്നിനിടെ പരാഗ്വേയിലെ ഒരു ഡോക്ടറായ റമോൺ ആർട്ടിമിയോ ബ്രോച്ചയാണ് ലോക സൗഹൃദ ദിനം എന്ന ആശയം മുന്നോട്ട് വച്ചത്. പിന്നീടത് യുണൈറ്റഡ് നേഷൻ ഔദ്യോഗികമായി ഈ ദിനം ഏറ്റെടുക്കുകയും ചെയ്തു. വംശം, നിറം, മതം എന്നിവ പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കിടയിലും സൗഹൃദവും കൂട്ടായ്മയും സൃഷ്ടിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അന്നത്തെ ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങൾക്ക് പരിധിയില്ല. അതുകൊണ്ട് തന്നെ വിനോദയാത്രയായും സിനിമ കാണലായും സാഹസിക യാത്രയായും ബോട്ടിംഗായും അങ്ങനെ അനവധി സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സുഹൃത്തുക്കൾക്കൊപ്പം അടിച്ചുപൊളിക്കാം. ഇന്ന് സെൽഫിയുടെ കാലമാണ്. എല്ലാവരും ഒരുമിച്ചൊരു സെൽഫി ആകട്ടെ. അപ്പോൾ എല്ലാം ഓക്കെ. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. വീണ്ടും റിപ്പോർട്ടുകളിലേക്ക്. വിവാദമായ കലാക്ഷേത്ര ലൈംഗിക അധിക്ഷേപം നടന്നെന്ന ആരോപണത്തിൽ 2 വർഷത്തോളമായിട്ടും നിരപരാധിത്വം തെളിയിക്കാനാകാതെ നൃത്ത അധ്യാപകൻ. ചെന്നൈ കലാക്ഷേത്രയിലെ അധ്യാപകനായിരുന്ന ഹരിപത്മനാണ് ഇപ്പോഴും വേട്ടയാടപ്പെടുന്നത്. അതിനിടെ ഹരിപത്മന്റെ പേര് മറ്റൊരു സംഭവത്തിൽ കലാക്ഷേത്ര മുൻ ഡയറക്ടറും ഭരതനാട്യ കലാകാരിയുമായ ലീല സാംസൺ തെറ്റായി വലിച്ചിഴച്ചതും വിവാദത്തിന് ബലം നൽകി. ഈ കേസിൽ അടുത്തിടെ ലീല സാംസൺ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. മലയാള മാധ്യമങ്ങളടക്കം ആവേശത്തോടെ ഏറ്റുപിടിച്ചതാണ് ചെന്നൈ രുക്മിണി കോളേജ് ഫോർ ഫൈൻ ആർട്സിലെ അധ്യാപകർക്കെതിരായ ലൈംഗിക ആരോപണം. അധ്യാപകനായിരുന്ന ഹരിപത്മനും മറ്റു 3 പേർക്കുമെതിരെ ഉയർന്ന ആരോപണം വിദ്യാർത്ഥി സമരത്തിലേക്ക് നീങ്ങിയതോടെയാണ് മാധ്യമശ്രദ്ധ നേടിയത്. മുൻ വിദ്യാർത്ഥിനിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നാണ് ഹരിപത്മനെതിരായ പരാതി. വിദ്യാർത്ഥിനി ക്ലാസ്സിൽ വരാത്തതിനെ തുടർന്ന് ചോദ്യം ചെയ്തതാണ് വിരോധത്തിലേക്ക് നയിച്ചതെന്നും താൻ ചോദിച്ച കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും ഹരിപത്മൻ കോടതിയെ അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മലയാളി PG വിദ്യാർത്ഥിനി ഫയൽ ചെയ്ത കേസിൽ ഹരിപത്മന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. എന്നാൽ 4 മാസങ്ങൾക്കുള്ളിൽ കേസ് തീർപ്പാക്കണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും 2 വർഷത്തോളമായി ഹരിപത്മന് അതിൽ നിന്ന് മോചനമായിട്ടില്ല. കൃത്യമായി ഹാജരാകാതെ കോടതി നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയാണ് പരാതിക്കാരി. ഒടുവിൽ അടുത്ത ആഴ്ച കേസ് വാദം കേൾക്കാനിരിക്കെയാണ്
സമാനമായ മറ്റൊരു സംഭവത്തിൽ ഹരിപത്മനെയും മുൻ വിദ്യാർത്ഥിയെയും വലിച്ചിഴച്ചതിൽ ഭരതനാട്യ നർത്തകി ലീല സാംസൺ ഖേദം പ്രകടിപ്പിച്ചത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇതും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹരിപത്മൻ. ന്യൂസ് ഡെസ്ക് ജനം. പുത്തൻപുലരിയിൽ അതിഥിയായി നൃത്ത അധ്യാപകനും കലാക്ഷേത്ര മുൻ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഹരിപത്മൻ ചേരുന്നുണ്ട്. ശ്രീ ഹരിപത്മൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത് ഒരു നിയമ പോരാട്ടത്തിലാണ്, അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു നെട്ടോട്ടം. അതിനിടയിൽ പല തരത്തിലുള്ള കല്ലേറുകളും കൊള്ളേണ്ടി വന്നു. പക്ഷേ സത്യം എന്നായാലും പുറത്തു വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ, കാരണം സത്യം എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് പൂർണ്ണമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പോരാട്ടത്തിലാണ്, അല്ലേ? അതെ, ശരിയാണ്. കാരണം 2024 ഓർഡറാണ്, ഏപ്രിൽ മാസത്തിലെ ഓർഡറാണ് ഇപ്പം നമ്മൾ കണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, തമിഴ്നാട് ഹൈക്കോടതിയുടെ. അത് കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം 1.25 വർഷത്തോളമായി. ഇതുവരെ ആ കുട്ടി റെഗുലറായിട്ട് ഹാജരാകാനോ അങ്ങനെയുള്ളതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കേസിന് വളരെയധികം ഒരു ദൈർഘ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ പുതിയ ഒരു ജഡ്ജ് വന്ന ഒരു ചാർജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കേസിനെ പറ്റിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. ശരി, അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് അടിസ്ഥാനമായുള്ള ഒരു കാര്യമുണ്ടല്ലോ. കാരണം വൈകി ക്ലാസ്സിലേക്ക് വരിക, അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക, അതിനെ പിന്നീട് മറ്റൊരു തരത്തിലേക്ക് ആക്കി മാറ്റുക, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതിലേക്ക് വന്നു. എന്താണ് അന്ന് സംഭവിച്ചത്? ഈ പരാതിപ്പെട്ടിരിക്കുന്ന കുട്ടി റെഗുലർ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ ക്ലാസ്സിൽ കലാക്ഷേത്രയിൽ മോർണിംഗ് പ്രെയർ എന്ന് 8:30 എന്നൊരു എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്കും ആ കുട്ടി വന്നിരുന്നില്ല. അപ്പൊ ഞാൻ പ്രെയർ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ കുട്ടി പുറത്തിരിക്കുകയും എന്താണ് ക്ലാസ്സിലേക്ക് വരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ റൂംമേറ്റിന് സുഖമില്ലാത്തത് കൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഖമില്ലായിരുന്നു പറയുന്ന റൂംമേറ്റ് പ്രീവിയസ് ഡേ തലേ ദിവസം ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നാണ് ഈ ചോദ്യം ആരംഭിക്കുന്നത്. പിന്നെ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമായിരുന്നില്ല, ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികൾ 5 കുട്ടികൾ ഉണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്റെ ഒരു സാധാരണ മലയാളത്തിൽ ചോദിക്കും, നീ എവിടെ പോയിരുന്നു, ഈ എവിടെ വിത്ത് ഹൂം യു സ്ലെപ്റ്റ് എന്നത് അവരതിനെ തമിഴിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നീ ആരുടെ കൂടെ പോയി കിടക്കുകയായിരുന്നു എന്നാണ് അത് തമിഴിൽ അതിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ അവരോട് മോശമായി സംസാരിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക്. പിന്നെ ഞാൻ അവരുടെ അച്ഛനെ പറ്റി മോശമായി സംസാരിച്ചു, അതും ക്ലാസ്സിലാണ്. അപ്പൊ സംസാരിച്ചിട്ടില്ല എന്നുള്ള ഉത്തമ ബോധം എനിക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിലുണ്ട്. ഞാൻ മോശമായിട്ടുള്ള ഒരു വാക്കും ക്ലാസ്സുകളിൽ ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ ഒരു ദിവസം കുട്ടി പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ, വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതാണ് ഇനിയൊരു ആരോപണം. ഞാൻ ആ കുട്ടി നൃത്തം ചെയ്യുന്ന സമയത്ത് ഒരു കഥകളി ഫെസ്റ്റിവൽ സമയത്ത് ആ കുട്ടിക്ക് അത് ഉണ്ടായിരുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തി ഞാൻ എന്നാണ് ഇനിയൊരു ആരോപണം. ഈ 3 ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെയുള്ള ഈ സെക്സ്വൽ ഹരാസ്മെന്റ് എന്നുള്ള കേസ് ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കഥകളി സംഭവത്തിൽ ഞാനായിരുന്നില്ല അന്ന് അധ്യാപകനെന്നും അന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും എല്ലാവർക്കും വ്യക്തമായി അറിയാം. അപ്പൊ അതിനെ ഞാൻ കാരണം ഇത് കേസ് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇതാണ് പ്രത്യക്ഷത്തിൽ നടന്ന സംഭവങ്ങൾ, അവർ ആരോപിച്ചിരിക്കുന്ന സംഭവങ്ങൾ. അതോടൊപ്പം തന്നെ ഈ അടുത്തായി ലീല സാംസൺ ഖേദം പ്രകടിപ്പിച്ചിരുന്നു അങ്ങേ അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴച്ചതുമായി ബന്ധപ്പെട്ട ആ സംഭവം എന്തായിരുന്നു? എന്നെയല്ല, ഞാൻ ഉൾപ്പെടെ എന്റെ പേരും അതിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ കലാക്ഷേത്രയിലെ ഒരു ഇന്റേൺ ആയിട്ടുള്ള ഒരു കുട്ടിയും ഇപ്പോൾ അധ്യാപികയുമായിട്ടുള്ള കുട്ടിയുടെ പേര് തെറ്റായ രീതിയിൽ അവർ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അതിനെതിരെ ആ കുട്ടി ഹൈക്കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അപ്പോ ആ കോടതിയുടെ ഉത്തരവ് പ്രകാരം അവർ ആ പോസ്റ്റ് വിഡ്രോ ചെയ്യുകയും അതിനെതിരെ അതിനെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ്, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർക്ക് കോമ്പൻസേഷൻ തുകയും ഈ പോസ്റ്റും ഇടണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിന്റെ ഓർഡർ. അതനുസരിച്ചിട്ടാണ് ലീല സാംസൺ എന്ന് പറയുന്നത് അന്ന് തെറ്റായിട്ടാണ് ഈ കുട്ടിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്തത്. അപ്പൊ ആ കുട്ടിയുടെ തെറ്റായിട്ടുള്ള പേര് മെൻഷൻ ചെയ്യുമ്പോൾ എനിക്കും അതിന് തുല്യമായ ഇതുണ്ട്. അത് മുൻകൂട്ടി ആറുമായിട്ട് സംസാരിക്കുക. കാരണം ഈ ലീല സാംസൺ എന്ന് പറയുന്ന വ്യക്തി 2012 കലാക്ഷേത്ര വിട്ടുപോയതിനു ശേഷം കലാക്ഷേത്രയായിട്ട് യാതൊരു ബന്ധവുമില്ല.
2022 ഞാൻ അവിടുന്ന് പുറത്താകുന്നത് വരെ. പിന്നെ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം ഇവിടുന്ന് മറ്റുള്ളവർ പോയി അവരുടെ അടുത്ത് പറഞ്ഞ് അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. അത് വെച്ചിട്ടാണ് അവർ പ്രതികരിച്ചത്. ആ പ്രതികരണം തെറ്റായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിച്ചത്. ഇപ്പോ ക്ഷമ ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 4 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസ് തീർപ്പാക്കണമെന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു. പക്ഷെ 2 വർഷമായിട്ടും അതിൽ യാതൊരു തരത്തിലുള്ളൊരു തീർപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലേ? അതെ, അത് ഈ പരാതിക്കാരിയായിരിക്കുന്ന കുട്ടി സ്ഥലത്തില്ല. അവര് വേറൊരു അന്യദേശത്ത് ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പല സമയത്തും അവര് ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഉണ്ടായിരുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്തെങ്കിലും നമ്മൾ ചില സാഹചര്യം കോടതിയുടെ ചില ഇതുകൊണ്ട് നടക്കാതെ പോയി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകദേശം 1.5 വർഷത്തോളത്തിന് ശേഷം അധികം നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോ. അതുകൊണ്ട് ഇനി പുതിയ ഒരു ജഡ്ജ് വന്ന കാരണം നമ്മൾക്ക് എന്തെങ്കിലും പ്രത്യക്ഷപൂർവമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രൊസീജിയറിൽ. ശരി, എന്തായാലും ഈ അനാവശ്യ വിവാദങ്ങളിലേക്കെല്ലാം വലിച്ചിഴക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു കൂടുതൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമായി കൂടി മാറി എന്നുള്ളതാണല്ലേ? ഇപ്പോൾ പലരും നമ്മൾക്ക്, ഞാൻ പറഞ്ഞല്ലേ, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമ്മൾ അതിനെ നല്ലപോലെ ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോ ഓരോരുത്തർക്കും അന്ന് ലീല സാംസനെ പോസ്റ്റ് ഇട്ട സമയത്ത് പ്രതികരിച്ച ആരും 3/4 പേരും ഇപ്പം ഇൻക്ലൂഡിങ് പത്രമാധ്യമങ്ങൾ പോലും വളരെ അപൂർവമായിട്ടുള്ള പേപ്പേഴ്സ് മാത്രമേ അതിനെതിരെ അവർ പോസ്റ്റ് ഇട്ടപ്പോൾ പ്രതികരിച്ചിരുന്നുള്ളൂ. പക്ഷെ അന്ന് ആദ്യം അവരെ പോസ്റ്റ് ഇട്ടപ്പോൾ എല്ലാവരും അതിൽ പ്രതികരിച്ചിരുന്നു. അതിന്റെ ഇതാണ് നമ്മൾ ഈ ഡിസ്ക്രിമിനേഷനാണ് മനസ്സിലാകാത്തത്. അപ്പോഴും അവരെ അതേ വ്യക്തി തന്നെയാണ് പിന്നെയും ക്ഷമാപണം ചോദിച്ച് നമ്മൾക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അവരൊന്നും ആരും അങ്ങനെ പ്രതികരിച്ച് കണ്ടില്ല. അതോടൊപ്പം തന്നെ അന്ന് ചില മാധ്യമങ്ങൾ ഇത് കൊട്ടിഘോഷിക്കാനായി ഉണ്ടായിരുന്നു. പക്ഷെ തന്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നല്ലോ ആ സമയം മുതൽ തന്നെ. തീർച്ചയായിട്ടും. കാരണം അന്ന് ഹ്യൂമൻ കമ്മീഷൻ കോർട്ടിൽ പറയുമ്പോൾ എനിക്ക് 100 കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ വാദിച്ചിരുന്നത് അന്ന്. ഈ 100 കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ എന്റെ പ്രത്യക്ഷമായിട്ടുള്ളതിലും ഒരു കംപ്ലൈന്റ് ആണ് നിങ്ങളിപ്പോ കണ്ടത്. അതും 2019 പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയാണ് ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ അന്നും പറയുന്നുണ്ട്, ഞാൻ ആ കലാക്ഷേത്രത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് ആ 6 വർഷത്തിൽ നിന്ന് ഏത് കുട്ടി കംപ്ലൈന്റ് ചെയ്താലും ഞാൻ ആ സ്ഥാപനം വിട്ടുപോകാൻ തയ്യാറായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ 6 വർഷത്തെ കാലയളവിൽ, ഈ സംഭവം നടക്കുന്ന കാലയളവിൽ ആരും തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. എന്റെ ചാർജ് ഷീറ്റിലും കലാക്ഷേത്രത്തിൽ നിന്നുള്ള 30ഓളം കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അവർ എടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിലെല്ലാം തന്നെ അവർ വ്യക്തമായി പറയുന്നു, ഹരിപത്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുത്ത് ഞങ്ങൾക്ക് നേരിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മുൻപ് പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വരാനുള്ള കാരണം എന്നാണ് അവർ പറയുന്നത്. അങ്ങയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? ഞാൻ കലാക്ഷേത്രയായിട്ട് എനിക്ക് ഇപ്പോൾ ബന്ധമില്ല, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. സോ കലാക്ഷേത്രയുടേതായിട്ടുള്ള യാതൊരു പിന്തുണയും, അതായത് അവര് ബന്ധങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് അതുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. എന്തായാലും വളരെയധികം നന്ദി. എന്തായാലും ആ നിയമ പോരാട്ടത്തിൽ അങ്ങേക്ക് നീതി എത്രയും വേഗം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥമായി തന്നെ. ഹരി പത്മനാണ് നമ്മോടൊപ്പം ഇത്രയും നേരം ചേർന്ന്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. കൊല്ലം ഓയൂർ സ്വദേശി അൻവർ ഷായ്ക്കെതിരെയാണ് കേസെടുത്തത്. ക്ഷേത്രത്തിൽ പോകുന്നതിനെയും കുറി തൊടുന്നതിനെയും ഇയാൾ എതിർത്തിരുന്നു. മതപരിവർത്തന കേന്ദ്രമായ സത്യസരണിയിൽ കൊണ്ടുപോകുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. എം മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജിന്റെ വിശദാംശങ്ങൾ. മനോജ്, 2 ദിവസം മുൻപാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനം TV വാർത്ത നൽകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്ന സംഭവത്തിൽ ഇപ്പോൾ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കൊല്ലം ഓയൂർ സ്വദേശി അൻവർ ഷായ്ക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുന്നതിനെയും കുറി തൊടുന്നതിനെയും എല്ലാം ഇയാൾ എതിർത്തിരുന്നു എന്ന് പെൺകുട്ടി തുറന്നു പറയുന്ന ശബ്ദശകലങ്ങൾ അടക്കം നമ്മൾ പുറത്തേക്ക് വിട്ടതാണ്. മതപരിവർത്തന കേന്ദ്രമായ സത്യസരണിയിൽ കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടി പറഞ്ഞിരുന്നു. മനോജ് ചേരുന്നുണ്ട്. മനോജ്, 2 ദിവസം മുൻപെയാണ് ഈ വാർത്ത ജനം TV പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ പെൺകുട്ടിയും അമ്മയും വളരെ ഭയത്തോടു കൂടിയാണ് ഈ ഒരു വിഷയം ജനം TVയോട് തുറന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. താൻ കുറി തൊടുന്നത് ഇഷ്ടമല്ല, അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമല്ല എന്നെല്ലാം ആ പെൺകുട്ടി തുറന്നു പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അവർ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ് ചുമത്തിയിരിക്കുന്നത്.
തീർച്ചയായും ഈ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരവും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയതിനുമൊക്കെ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു കാര്യം, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയും പെൺകുട്ടിയും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വളരെ ഭീതിയിലായിരുന്നു അവർ. കാരണം ഈ കുട്ടിയോട് നിരന്തരമായി ഇയാൾ ശല്യം ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി സത്യസരണിയിൽ കൊണ്ടുപോകുമെന്നും മതം മാറണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടി അമ്പലത്തിൽ പോകുന്നതിനൊക്കെ എതിർത്തിരുന്നു. പിന്നീട് നിരന്തരമായുള്ള ശല്യമുണ്ടാകുന്നു. പെൺകുട്ടി അമ്മയോട് ഈ കാര്യം തുറന്നു പറയുന്നു. തുടർന്നാണ് പോലീസിനെ സമീപിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം ഈ ഓയൂർ സ്വദേശിയായിട്ടുള്ള അൻവർ ഷായ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ ഒളിവിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രതിയെ അന്വേഷിക്കുകയാണ് പോലീസ്. ഈയൊരു ഗുരുതരമായിട്ടുള്ള വിഷയം അത് ഈ കൊട്ടാരക്കരയിൽ മാത്രമല്ല നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ +2 വിദ്യാർത്ഥിനിയാണ്. ഈ +2 വിദ്യാർത്ഥിനിയെ നിരന്തരമായി ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതും അതിൻ്റെ സംഭാഷണങ്ങളടക്കം അതിൻ്റെ മെസ്സേജുകളടക്കം കുട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കോണുകളിൽ നിന്ന് പ്രതിഷേധവും ഉയർന്നിരുന്നു. ഈ അൻവർ ഷാ എന്ന് പറയുന്ന യുവാവ് നിരന്തരമായി ഈ കുട്ടിയെ പിന്തുടർന്നിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പരിചയം പുതുക്കാനെന്ന രീതിയിലാണ് ഈ സമൂഹ മാധ്യമങ്ങൾ വഴി കുട്ടിയുമായി പിന്നീട് സംസാരിക്കുന്നത്. അതിനുശേഷം ഓരോ കാര്യങ്ങളായി പറഞ്ഞ് പിന്നീട് അത് പ്രണയാഭ്യർത്ഥന നടത്തുകയും അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടിയോട് പറയുന്നതും. ഇത് യുവാവിൻ്റെ വീട്ടിലും അറിയാമായിരുന്നു എന്നുള്ളതാണ് കുട്ടി പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബം ആരോപിച്ചത്. അതിനുശേഷമാണ് പിന്നീട് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഈ കുട്ടിയും മാതാവും പരാതി നൽകുന്നത്. തുടർന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ അൻവർ ഷാ എന്ന് പറയുന്ന യുവാവിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു കുട്ടിയും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിരന്തരമായുള്ള ഈ ഭീഷണി കാരണം ഈ കുട്ടിയും കുടുംബവും, അതായത് അമ്മയാണ്, അമ്മ നമ്മളോട് പറഞ്ഞിരുന്നു ഭീതിയിലാണ്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം. എന്തായാലും ആ കുട്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ മാതാവും കുട്ടിയും തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഈ യുവാവ് ആവശ്യപ്പെട്ടിരുന്നത്, തങ്ങൾക്ക് പണം കിട്ടുമെന്ന് വരെ ഈ യുവാവ് പറഞ്ഞിരുന്നു. കാരണം മതം മാറിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് പണം കിട്ടും, അതിനുവേണ്ടി സഹായിക്കാൻ ആളുകളുണ്ട് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഈ യുവാവിൻ്റെ സംഭാഷണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ നിസ്സംഗത കാണിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാര്യം കുട്ടി പറയുമ്പോൾ അത് മൊഴിയിൽ പോലും രേഖപ്പെടുത്താൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന തുടരുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിരവധി കോണുകളിൽ നിന്നും പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം ഈ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളെ ഇത്തരത്തിൽ മതം മാറ്റുവാനുള്ള അല്ലെങ്കിൽ ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. അതൊരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണെന്ന് കരുതി ഈ കുട്ടി ആ വലയിൽ പെടുകയായിരുന്നു. പിന്നീടാണ് അത് അമ്മയോട് തുറന്നു പറയാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് പിന്നീട് അത് നിയമപരമായി നീങ്ങാൻ സാധിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അമ്മയടക്കം നമ്മളോട് പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഈ യുവാവിന് നേരത്തെയും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെയും ചില പരാതികൾ ഈ യുവാവിനെതിരെ ഉയർന്നിരുന്നു. എന്തായാലും ഈ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോക്സോ വകുപ്പ് പ്രകാരവും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം അത് ഗുരുതരമായി ആലപ്പുഴക്കാരനായ ഒരു യുവാവിന്റെ പേര് കൂടി അന്ന് ഈ പെൺകുട്ടിയും അവരുടെ അമ്മയും തുറന്നു പറഞ്ഞിരുന്നല്ലോ. ഇയാളെ കേന്ദ്രീകരിച്ചു ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലൊരു വിവരം കൂടെ ഈ അമ്മ പങ്കുവച്ചിരുന്നു. പക്ഷേ ഈ യുവാവിൻ്റെ പേര് അത് കൃത്യമാണോ അല്ലെങ്കിൽ അത് ആരാണ് എന്നുള്ളത് കാര്യം നേരിട്ട് ഇവർക്കറിയില്ല. ഇങ്ങനെയൊരു ആളുണ്ട്, ആലപ്പുഴ ജില്ലയിലാണ് എന്നുള്ളത് മാത്രമാണ് അറിയുന്നത്. എന്തായാലും ഈ വിവരമടക്കം പോലീസിന് നൽകിയിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ, അതായത് ഈ അൻവർ ഷാ എന്ന് പറയുന്ന യുവാവിനെ സഹായിക്കാൻ മറ്റുള്ളവരുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണ് ഈ കുട്ടിയോട് ഇയാൾ സംസാരിച്ചിരുന്നത്. തങ്ങൾക്ക്
ആദ്യം പൊന്നാനിയിലോ അല്ലെങ്കിൽ സത്യസരണിയിലോ പോകാമെന്നുള്ള കാര്യമൊക്കെ ഈ കുട്ടിയോട് ഇയാൾ പറഞ്ഞിരുന്നു. പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ സത്യസരണിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകും, അവിടെ ഞാൻ നിന്നെ നിർത്തിയിട്ട് തിരികെ വരും എന്നുള്ള കാര്യമൊക്കെയാണ് യുവാവ് പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ കുട്ടി തന്നോടുള്ള ആത്മാർത്ഥമായ പ്രണയം കാരണമാണ് ഇതൊക്കെ പറയുന്നത്, വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ആദ്യമൊന്നും അമ്മ വിളിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ കുട്ടി സത്യം തിരിച്ചറിയുന്നത്. കാരണം മറ്റൊരു കുട്ടിയോടും ഇയാൾ മോശമായി പെരുമാറിയിരുന്നു എന്നുള്ള വിവരം ഈ കുട്ടിക്ക് ലഭിക്കുന്നു. തുടർന്ന് ഇത് അന്വേഷിക്കുമ്പോഴാണ് ഇയാളെക്കുറിച്ച് കൃത്യമായുള്ള വിവരം ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. എന്തായാലും ആ വലയിൽപ്പെടാതെ കുട്ടി ഇപ്പോൾ അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസം. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉന്നത തലങ്ങളിൽ തന്നെ അന്വേഷണം, അത് സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്നതാണ് ആവശ്യം. ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള ആ ഒരു കൗൺസിലിംഗ് കൂടെ ഈ കുട്ടിക്ക് ലഭ്യമാക്കണമെന്നുള്ളതാണ്. കാരണം ചൈൽഡ് ലൈനിനെയൊക്കെ ഈ വിവരം അറിയിച്ചിരുന്നു. ചൈൽഡ് ലൈനിൻ്റെ ഉദ്യോഗസ്ഥർ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്നു. എന്നാലും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് കുടുംബം. അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളോട് പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരുന്നു ഇനിയും തങ്ങളെ പിന്തുടരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ. എന്തായാലും പോലീസ് ആദ്യം ഇരുവരെയും വിളിച്ചു ചേർത്ത് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ് കുടുംബം ആദ്യം പറഞ്ഞിരുന്നത്. കാരണം ഈ രണ്ടുപേരെയും തമ്മിൽ എഴുതി വയ്പ്പിച്ച് വിടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങിയും യുവാവ് ഈ ഭീഷണി തുടർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫോണിലൂടെ അടക്കം അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന, ഈ കുടുംബത്തെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയി. പിന്നീട് അത് മറ്റുള്ളവരിലേക്കും എത്തിയെന്നാണ്. അതായത് ഈ കാര്യം ചോദ്യം ചെയ്ത പലരിലേക്കും ഈ ഭീഷണി എത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഫോൺ സംഭാഷണങ്ങളൊക്കെ കൂടെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ യുവാവ് പലരെയും വിളിച്ച് തങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ കുട്ടി ഈ +2 പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം അമ്മയോട് തുറന്നു പറയുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ചുള്ള ഈ മതം മാറ്റ ശ്രമം അത് കേരളത്തിലടക്കം നടക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം ആ കുട്ടി തന്നെ, അനുഭവസ്ഥയായിട്ടുള്ള കുട്ടിയും അമ്മയും തുറന്നു പറയുകയാണ് തങ്ങളോട് എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ള കാര്യം. ഇത് പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ തന്നെ പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ കണ്ടു. പക്ഷേ ആ അമ്മയും കുട്ടിയും അവർക്കുണ്ടായിട്ടുള്ള അനുഭവം അത് തുറന്നു പറയുകയാണ്. ആ ദുരനുഭവം ഇത്രയും പോലീസ് കേസെടുക്കാൻ തന്നെ കാരണമായത് അവർ അത് തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. കാരണം പല കുട്ടികളും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അമ്മയോടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തോടോ അത് പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ കുട്ടി അമ്മയോട് അത് തുറന്നു പറയുകയും തുടർന്ന് നിയമപരമായി നീങ്ങുകയും ചെയ്തു. എന്തായാലും പ്രതിയെ ഉടൻ പിടികൂടണമെന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ദേവിക. ശരി മനോജ്. സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗവർണറെ കാണാൻ മന്ത്രിമാർ. പി രാജീവ്, ആർ ബിന്ദു എന്നിവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥിരം വിസിമാരെ സർക്കാർ പട്ടികയിൽ നിന്ന് നിയമിക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമ്മതം അറിയിച്ചതോടെ അനുരഞ്ജനത്തിന് സർക്കാർ തയ്യാറാകുമെന്നാണ് വിലയിരുത്തൽ. അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ, ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കഴിഞ്ഞ കുറേ നാളായി കേരളത്തിലെ സർവകലാശാലകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത്. അത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയും ഒക്കെ തന്നെ സമീപിക്കുമ്പോഴും കോടതിയുടെ ഭാഗത്ത് നിന്ന് ചാൻസലർ എന്ന നിലയ്ക്ക് സർവകലാശാലകളിൽ കാര്യങ്ങൾ ഇടപെടാനുള്ള ഉത്തരവാദിത്തം, പരിപൂർണമായ ഉത്തരവാദിത്തം അത് ഗവർണർക്കാണ് എന്ന് പലവട്ടം കോടതി പറയുകയും ചെയ്തു. സർക്കാരിനെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിടുകയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്കേതിക സർവകലാശാലയിലും മറ്റൊന്ന് അതുപോലെ തന്നെ ഉള്ളത് ഡിജിറ്റൽ സർവകലാശാലയിലുമായി 2 VC-മാരെ നിയമനം നടത്തുന്നതാണ്. അത് സ്ഥിരമായി VC-മാർ വേണമെന്നൊരാവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമനം നടത്തിയ 2 താൽക്കാലിക VC-മാരാണ് നിലവിൽ ഇപ്പോൾ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നത്. അത് ചോദ്യം ചെയ്താണ്, ഗവർണറുടെ നിയമനത്തെ ചോദ്യം ചെയ്താണ് സർക്കാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്നതായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സമവായ ചർച്ചയ്ക്ക് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും
സംസ്ഥാനത്തെ നിയമമന്ത്രി പി രാജീവും നേരിട്ട് രാജ്ഭവനിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്കെത്തിയിരുന്നു. അതിനുശേഷം VS അച്യുതാനന്ദന്റെ നിര്യാണം നടക്കുന്ന ആ ദിവസം പി രാജീവും ആർ ബിന്ദു മിനിസ്റ്ററും ഒക്കെ തന്നെ ചർച്ചയ്ക്കെത്തിയിരുന്നു. തുടർച്ച എന്ന നിലയ്ക്കാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും അതുപോലെ തന്നെ നിയമവകുപ്പ് മന്ത്രി പി രാജീവും വീണ്ടും രാജ്ഭവനിലേക്ക് ഒരു ചർച്ചയ്ക്കായി എത്തുന്നത്. ഇന്നലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയൊക്കെ തന്നെ ചർച്ചയ്ക്കായി ഇതിനായി നിയോഗിച്ചിരുന്നെങ്കിലും പക്ഷെ അവരാരും തന്നെ രാജ്ഭവനിൽ എത്തിയിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെ അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും VC നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ ഇന്ന് ഗവർണറെ കാണുകയും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്യും. ദേവിക. ശരി, സർവകലാശാലയിലെ സ്ഥിരം VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗവർണറെ കാണാൻ മന്ത്രിമാർ ഒരുങ്ങുകയാണ്. പി രാജീവ്, ആർ ബിന്ദു എന്നിവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥിരം VC-മാരെ സർക്കാർ പട്ടികയിൽ നിന്ന് നിയമിക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമ്മതം അറിയിച്ചതോടെ അനുരഞ്ജനത്തിന് സർക്കാർ തയ്യാറാകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അഖിൽ പാലോട്ടുമടമാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിലെ പ്രതി ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ എന്ന സംശയം. സെബാസ്റ്റ്യന്റെ ഇരയെന്ന് സംശയിക്കുന്ന സ്ത്രീകളുടെ പട്ടികയിൽ ക്രൈംബ്രാഞ്ച് 4ാമതായി ഉൾപ്പെടുത്തിയത് അർത്തുങ്കൽ സ്വദേശിനി സിന്ധുവിനെയാണ്. അതേസമയം സെബാസ്റ്റ്യന്റെ തെളിവെടുപ്പ് ഇന്നും തുടരുന്നുണ്ട്. ജൈനമ്മ തിരോധാന കേസ് കൊലപാതക കേസ് എന്ന നിലയിലാണ് അന്വേഷിക്കുന്നതെന്നും ജൈനമ്മയുടെ സ്വർണം തിരിച്ചറിഞ്ഞതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റുമാനൂരിലെ വളരെ സുപ്രധാനമായ ജൈനമ്മ തിരോധാന കേസിലെ പ്രതി ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ ആണ് എന്ന് സംശയമുള്ളതായി ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ ഇരയാണ് എന്ന് സംശയിക്കുന്ന സ്ത്രീകളുടെ പട്ടിക അത് പരിശോധിച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് 4ാമതായി കണ്ടെത്തിയത് അർത്തുങ്കൽ സ്വദേശിനി സിന്ധുവിനെയാണ്. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യന്റെ തെളിവെടുപ്പ് ഇന്നും തുടരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജൈനമ്മ തിരോധാന കേസ് കൊലപാതക കേസ് എന്ന നിലയിൽ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിക്കുകയാണ്. ജൈനമ്മയുടെ സ്വർണം തിരിച്ചറിഞ്ഞതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊലപാതക കേസായി ഈ ഒരു കേസ് അന്വേഷിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ഇന്നും തെളിവെടുപ്പ് തുടരുമെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് എന്താണ് പറയുന്നത്? ദേവിക, ഇത് ഒരു സീരിയൽ കില്ലർ എന്ന ഒരു സംശയത്തിലേക്കാണ് സെബാസ്റ്റ്യനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് 2012 മുതൽ കാണാതായ 4 സ്ത്രീകളുമായി സെബാസ്റ്റ്യൻ ബന്ധമുണ്ടായിരുന്നു. ഈ 4 പേരുടെയും സാമ്പത്തിക ലാഭവും അതോടൊപ്പം തന്നെ സ്ത്രീ എന്ന തരത്തിൽ അവരെ ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നീക്കം സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് പോലീസ് നിഗമനം. അതിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ഒരു തിരോധാനം ബിന്ദു എന്ന ചേർത്തല സ്വദേശിനിയുടേതാണ്. അതിനുശേഷമാണ് കൃത്യമായ ഇടവേളകളിൽ മറ്റ് 3 സ്ത്രീകളെ കാണാതാവുന്നു. അതിലേറ്റവും അവസാനത്തേതാണ് ജൈനമ്മ എന്ന സ്ത്രീ. ഇതിനിടയിലാണ് ഐഷ എന്ന ഒരു സ്ത്രീ, അവർ പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു. പെൻഷൻ ആയതിനു ശേഷമാണ് ഇവരെ കാണാതാവുന്നത്. ഒരു ദിവസം ബാങ്കിലേക്ക് പോകാനിറങ്ങിയ ഐഷയെ പിന്നീട് കണ്ടിട്ടില്ല. ഇത് സംബന്ധിച്ച് മക്കൾ 2012 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പായിരുന്നു ബിന്ദു എന്ന ചേർത്തലക്കാരിയെ കാണാതാവുന്നത്. 2020 സിന്ധു എന്ന അറിയപ്പെടുന്ന ബിന്ദു എന്ന മറ്റൊരു അർത്തുങ്കൽ സ്വദേശിയായ സ്ത്രീയെയും കാണാതായി. ഈ 4 പേരും ഈ സെബാസ്റ്റ്യനുമായി ബന്ധമുള്ളവരായിരുന്നുവെന്ന് പറഞ്ഞാൽ പരിചയമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവരുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടോ ഒക്കെ പരിചയപ്പെട്ടിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് കാരണം തന്നെ ഈ കാണാതായവരുടെ എല്ലാം വീടുകളിലേക്ക് ഈ കാണാതായി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ ഫോണിൽ നിന്ന് തന്നെ വിളി ചെല്ലുന്നു. ബന്ധുക്കളുടെ ഫോണിലേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫോൺ എടുത്തു കഴിയുമ്പോൾ കട്ട് ചെയ്യുന്നു. ഇത്തരം സമാനതകൾ ഈ കേസുകൾക്കെല്ലാം തന്നെ ഉണ്ട് എന്നതും ഏറെ പ്രത്യേകതയായി ഈ അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട്. നിലവിൽ ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യം അത് തിരോധാനമായിട്ടാണ് കേസിൻ്റെ അന്വേഷണം തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അത് കോട്ടയം ക്രൈംബ്രാഞ്ച് കൊലപാതകം എന്ന നിലയ്ക്കാണ് അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ആദ്യഘട്ട തെളിവെടുപ്പുകൾ നടത്തിയത്. അതിനുശേഷം ഇന്ന് 2ാം ഘട്ട തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് സെബാസ്റ്റ്യൻ്റെ വീട്ടിലാവും തെളിവെടുപ്പ് നടക്കുക. ഈ വീട് സംബന്ധിച്ചിടത്തോളം ഈ വീട് നിൽക്കുന്ന ഏതാണ്ട് 2.5 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഒരു പുരയിടത്തിന് നടുവിലായിട്ടാണ്. ഇവിടേക്ക് ആരും തന്നെ മറ്റ് അയൽവാസികൾ പോലും അങ്ങനെ സാധാരണ കടന്നു ചെല്ലാറില്ലാത്ത ഒരു
പ്രദേശമാണ്. അവിടെ നിന്നുമാണ് 2 ആഴ്ച മുമ്പ് ഇത്തരത്തിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. അത് ജൈനമ്മയുടേതാണോ എന്ന സംശയമാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. ഇതിൻ്റെ DNA പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ ആരുടെ ശരീരമാണ് ഇതെന്ന് ശരീരാവശിഷ്ടമാണെന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തു തന്നെയായാലും ഈ കേസിൻ്റെ അന്വേഷണം അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അത് കോട്ടയം ക്രൈംബ്രാഞ്ച് ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അന്വേഷണമാണ് ഈ ബിന്ദുവിൻ്റെ തിരോധാന കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വീണ്ടും അത് സജീവമാക്കി ഒരു ചർച്ചയിലേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെയുള്ള അന്വേഷണത്തിലും മറ്റ് പൊതുജനങ്ങളിൽ നിന്നടക്കമുള്ള ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് മറ്റ് 3 സ്ത്രീകളുടെ തിരോധാനവും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നത്. മറ്റ് 3 പേരുടെയും കേസുകൾ അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാവും. ക്രൈംബ്രാഞ്ച് SP-യുടെ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നത്. എന്തു തന്നെയായാലും വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് ഇതിന് പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ മരണവും ദുരൂഹമായി നിലനിൽക്കുന്നു. നേരത്തെ ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ച ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ്റെ അടുത്ത സുഹൃത്തായ മനോജിനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം മനോജിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. മറ്റ് സെബാസ്റ്റ്യൻ്റെ ഒരു സുഹൃത്തിനെ റെയിൽവേ പാളത്തിലും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ നിരവധി മരണങ്ങൾ ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സെബാസ്റ്റ്യൻ മുൻപ് ഡ്രൈവറായി പോയ ഒരു വീട്ടിലെ വാഹനത്തിൽ ഡ്രൈവറായി പോയിരുന്നു. അവിടുത്തെ ഗ്രഹനാഥനും തൂങ്ങി മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വളരെ ദുരൂഹത നിറഞ്ഞതാണ് സെബാസ്റ്റ്യൻ്റെ ജീവിതം. സെബാസ്റ്റ്യൻ ചെറുപ്പകാലം മുതൽ ഒരു ക്രിമിനൽ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും പോലും പറയുന്നത്. അത്തരത്തിൽ ഉദാഹരണമായി ഒരാൾ അടുത്ത ബന്ധു തന്നെ വ്യക്തമാക്കിയത് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിനായി സ്വർണം ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും വാങ്ങിയിരുന്നു. അത് തിരികെ ചോദിച്ചതിന് അവരുടെ ഭക്ഷണത്തിൽ, അതായത് ആഹാരം ചോറ് വെക്കാനുള്ള ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന അതിനകത്ത് വിഷം കലക്കി ആ കുടുംബത്തെ മൊത്തത്തിൽ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം പോലും നേരത്തെ സെബാസ്റ്റ്യൻ നടത്തിയിരുന്നു എന്നതാണ് ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്രയ്ക്കും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ. എന്നാൽ ഇന്നലെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ പോലും ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് സെബാസ്റ്റ്യൻ ഇടപെട്ടിരുന്നത്. സെബാസ്റ്റ്യനെ കൃത്യമായി ചോദ്യം ചെയ്യുമ്പോൾ പോലും അതിനോട് സഹകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ദുരൂഹത നിറഞ്ഞ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഈ വീട് തുറന്ന് പരിശോധിച്ച് ഏതെങ്കിലും ഭാഗം പൊളിച്ച് പരിശോധിക്കണമെങ്കിൽ അടിത്തറയടക്കം പൊളിച്ച് പരിശോധിക്കുന്നതിനുള്ള അനുമതി തേടി RDOയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കും. ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റ്യൻ ഉള്ളത്. അത് മിനിഞ്ഞാന്നാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. ഈ കസ്റ്റഡി കാലാവധി തീരുമ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഇതിൻ്റെ അന്വേഷണത്തിനായി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുവേണ്ടി കോടതിയെ സമീപിക്കുമെന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവിക. ശരി സുധീഷ്. ഇനി ഒരു കൂട്ടം പെൺകുട്ടികൾ ഒരുക്കിയ ഒരു ചിത്ര പ്രദർശനത്തിന്റെ റിപ്പോർട്ടാണ്. ഓൺലൈൻ ക്ലാസ്സിലൂടെ ചിത്രകല അഭ്യസിച്ച പെൺകുട്ടികളുടെ ചിത്ര പ്രദർശനം കൗതുകമാവുകയാണ്. 170-ലധികം ചിത്രങ്ങളാണ് തൃശൂർ ലളിത അക്കാദമിയിലെ ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് ഫോണിലൂടെ മാത്രം ചിത്രകല പഠിച്ചവർ, തെറ്റുകൾ ഉണ്ടായപ്പോൾ സ്വയം തിരുത്തി മുന്നേറിയവർ, അങ്ങനെ ആ 10 പേരുടെ ചിത്രങ്ങളെല്ലാം ഒന്നിച്ച് സംഗമിച്ചിരിക്കുകയാണ് തൃശൂർ ആർട്ട് ഗാലറിയിൽ. ഒപ്പം ഇവർ നേരിൽ കണ്ടുമുട്ടിയതും ഈ ആർട്ട് ഗാലറിയിൽ വെച്ച് തന്നെ. പ്രകൃതിയും പച്ചയായ മനുഷ്യനും കാട്ടിലെയും നാട്ടിലെയും കാഴ്ചകൾ തൃശൂർ പൂരം മുതൽ ക്ഷേത്രങ്ങളും പള്ളികളും വരെ ക്യാൻവാസുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കുരുന്ന് പെൺപെരുമയുടെ വരകളിൽ ഇതൾ വിരിഞ്ഞിരിക്കുന്നത് ചിത്രകലയുടെ മറ്റൊരു ലോകം. ചിത്രകാരി ശ്രീജ കളപ്പുരയ്ക്കൽ കോവിഡ് കാലത്ത് ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച 10 പെൺകുട്ടികളുടെ ചിത്ര പ്രദർശനമാണ് നടക്കുന്നത്. അകലം അരികെ എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനം കുട്ടികളുടെ അരങ്ങേറ്റമാണെന്ന് ചിത്രകാരി ശ്രീജ കളപ്പുരയ്ക്കൽ പറഞ്ഞു.
പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഓൺലൈൻ മൊബൈലിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ് ഈ ക്ലാസ് ഞാൻ എടുത്തിട്ടുള്ളത്. അവർ പഠിച്ചിട്ടുള്ളതും കേരളത്തിനകത്തും പുറത്തായിട്ടുള്ള പല പല സ്ഥലങ്ങളിലിരുന്ന് പല രാജ്യങ്ങളിലിരുന്ന് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടികൾ ഇത്രയും ചിത്രങ്ങൾ പഠിച്ചെടുത്തുള്ളതാണ്. അതിലത്തെ ഒരു അതിശയം എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു കളറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനോ അവരെ ഒന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. ഈ ഒരു മൊബൈൽ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു അറിവ് വെച്ച് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ടുള്ള ആ ഒരു ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു അറിവ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. ഇപ്പം ഇതിൽ മിക്ക കുട്ടികളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോലും. ഈ ഒരു പ്രദർശനത്തിന് വന്നപ്പോഴാണ് ഞാൻ ഈ കുട്ടികളെ നേരിൽ കാണുന്നത് പോലും. അപ്പം അത്രയും ഒരുപാട് അകലെ ഇരുന്നുകൊണ്ട് ഒരു മൊബൈലിൻ്റെ അരികത്തിരുന്ന് പഠിപ്പിച്ചത് കൊണ്ടും കൂടിയാണ് നമ്മൾ അകലമരികെ എന്നുള്ള ഒരു പേര് ഈ പ്രദർശനത്തിന് ഇട്ടിട്ടുള്ളത്. 7ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം ഓഗസ്റ്റ് 6-ന് സമാപിക്കും. ജനം, തൃശൂർ. സൈന്യത്തിന്റെ ഭീകരവിരുദ്ധ വേട്ട ഓപ്പറേഷൻ അഖൽ തുടരുന്നു. ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ അഖൽ ദേവ്സർ പ്രദേശത്ത് തുടർച്ചയായ 3ാം ദിവസവും സംയുക്ത സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ ഭീകരർ പ്രദേശത്തുള്ളതായാണ് വിവരം. കൂടുതൽ ഭീകരർ പ്രദേശത്ത് ഉള്ളതിനെ തുടർന്ന് ഓപ്പറേഷൻ അഖൽ എന്ന പേരിൽ ഭീകരവിരുദ്ധ വേട്ട നടക്കുകയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുമെന്നറിയാൻ സാധിക്കുന്നുണ്ട്. കശ്മീരിലെ കുൽഗാം ജില്ലയിൽ അഖൽ ദേവ്സർ പ്രദേശത്ത് തുടർച്ചയായ 3ാം ദിവസവുമാണ് ഇപ്പോൾ സംയുക്ത സേനാ വിഭാഗങ്ങൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യം മനസ്സിലാക്കി സൈന്യം കൂടുതൽ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെ ഭീകരർക്കായുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. ഈ പ്രദേശത്ത് കൂടുതൽ ഭീകരരുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഇപ്പോൾ ഓപ്പറേഷൻ അഖൽ എന്ന പേരിൽ സൈന്യത്തിന്റെ ഭീകര വിരുദ്ധ വേട്ട നടക്കുന്നത്. ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിലെ അഖൽ ദേവ്സർ പ്രദേശത്താണ് ഇപ്പോൾ തുടർച്ചയായ 3ാം ദിവസവും സംയുക്ത സേനാ വിഭാഗങ്ങൾ തെരച്ചിൽ നടത്തുന്നത്. ഉത്തരഭാരത ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപത്തായിട്ടുള്ള ശ്രീ സങ്കടമോചന മഹാഹനുമാൻ മഠം. യോഗിവര്യനായിരുന്ന കാർത്തികേയൻ നായർ 25 വർഷം മുൻപാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ക്ഷേത്രം ഇപ്പോൾ സംരക്ഷിക്കുന്നത്. രാമമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഭവ്യസുന്ദര ക്ഷേത്രം തനത് കേരളീയ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഉത്തരഭാരത രീതികളോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് നിർമ്മാണം. സങ്കടങ്ങളിൽ നിന്ന് മോചനമേകുന്ന ആഞ്ജനേയനൊപ്പം മഹാഗണപതിക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠയുണ്ട്. ആഴ്ചയിൽ 3 ദിവസമാണ് ഇവിടുത്തെ തിരുനടകൾ തുറക്കുന്നത്. അതായത് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച. ഈ 3 ദിവസവും 2 നേരവും ഇവിടെ നട തുറന്ന് ഭക്തർക്ക് ദർശനവും വഴിപാട് നടത്താനുള്ള സംവിധാനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതിഷ്ഠയായിരിക്കുന്ന ഹനുമാൻ സ്വാമി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 9 മണി 9:30 വരെ ഇവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം വൈകിട്ട് 5 മണി മുതൽ 7:30 7:45 വരെയാണ് ദർശന സമയം. നട തുറക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഇതേ തന്നെയാണ് ഇവിടുത്തെ ദർശന സമയങ്ങൾ. ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാട് വെറ്റിലമാലയുണ്ട്, ഹാരം ചാർത്താറുണ്ട്, പിന്നെ അവിൽ നിവേദ്യം
പ്രധാനമാണ്. അർച്ചനകൾ, പുരുഷ സൂക്തം, ഭാഗ്യസൂക്തം, സംവാദ സൂക്തം, ഐക്യമത്യ സൂക്തം എന്നീ അർച്ചനകൾ, എല്ലാ അർച്ചനകളും ഇവിടെ ഭഗവാന്റെ മുന്നിൽ വൈഷ്ണവ പ്രീതിയാണ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയാണ്, ശ്രീരാമസ്വാമിയാണ്, വൈഷ്ണവമാണ്. അപ്പോൾ വൈഷ്ണവമായിട്ടുള്ള എല്ലാ വഴിപാടുകളും വിഷ്ണു സഹസ്രനാമം ഉൾപ്പെടെ ഇവിടെ നടത്താം. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വഴിപാട് വെറ്റിലമാല, തുളസിമാല, അവിൽ നിവേദ്യം ഏറ്റവും പ്രധാനം. നിവേദ്യങ്ങളിൽ അവിൽ നിവേദ്യം, ത്രിമധുരം. ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ച കാർത്തികേയൻ നായർ 25 കൊല്ലം മുൻപാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ജീവിതാവസാന കാലത്ത് ക്ഷേത്രം വിശ്വഹിന്ദു പരിഷത്തിന് കൈമാറി. ഇപ്പോൾ നടത്തിപ്പും പരിപാലനവും വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ. വീട് തന്നെയാണ് ക്ഷേത്രം, ക്ഷേത്രം തന്നെയാണ് വീട് എന്ന സങ്കല്പത്തിലാണ് ബഹുമാനീയനായ നമ്മുടെ മൺമറഞ്ഞുപോയ യശ്വര്യനായ കാർത്തികേയൻ നായർ എന്ന അദ്ദേഹമാണ് ഈ ക്ഷേത്രം 4 നൂറ്റാണ്ടിന് മുമ്പേ ഒരു ചെറിയൊരു വീടിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം ഇപ്പോൾ നിലവിൽ അദ്ദേഹം ചേങ്കോട്ടോണം ആശ്രമത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ദീക്ഷ സ്വീകരിച്ച് വന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹം അതിനു മുമ്പേ സായി ഇൻ്റർനാഷണൽ കേന്ദ്രത്തിൻ്റെ ഇൻസ്ട്രക്ടറായിരുന്നു, ഗുസ്തിയുടെ മെയിൻ ഇൻസ്ട്രക്ടറായിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്ന് തൻ്റെ വിശ്രമ ജീവിത സമയത്താണ് ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനുണ്ടായത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏകദേശം വയസ്സാകുന്ന ഒരു സമയത്ത് ഈ ക്ഷേത്രം അന്യം നിന്ന് പോകാതിരിക്കാൻ അത് വിശ്വഹിന്ദു പരിഷത്ത് എന്ന സംഘടനയ്ക്ക് 7 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം എഴുതന്നു. അദ്ദേഹം കൊറോണ സമയത്താണ് നമ്മളെ വിട്ടു പോയത്. അതിനുശേഷം ഈ ക്ഷേത്രം വിശ്വഹിന്ദു പരിഷത്താണ് ഏറ്റെടുത്ത് പൂർവാധികം ഭംഗിയോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ ചൊവ്വയും വ്യാഴവും ശനിയും ദിവസങ്ങളിലാണ് ഈ ക്ഷേത്രം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 19 കൊല്ലമായിട്ടാണ് ഈ പ്രതിഷ്ഠകളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന നമ്മൾ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. അവർക്ക് നല്ലൊരു വിശ്വാസം. സങ്കട് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ള അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രമല്ല, മറ്റുള്ളവർക്ക് ഹിന്ദിക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരേന്ത്യൻ മോഡലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ദൈവപ്രശ്നവിധി പ്രകാരം കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണസമിതി. സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ ഈ ഭരണസമിതി, നിലവിലുള്ള ഭരണസമിതി വന്നിട്ടുള്ളത്. വരും വർഷങ്ങളിൽ എന്നുവെച്ചാൽ വരുന്ന നമ്മൾ ഒക്ടോബർ മാസത്തിൽ നമ്മൾ ദേവപ്രശ്നം വച്ചിരുന്നു. ആ ദേവപ്രശ്നം വച്ച സമയത്ത് വരുന്ന 5 വർഷത്തിനകത്ത് ഈ ക്ഷേത്രം പുതുക്കിപ്പണിയുവാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വലിയ ഹനുമാൻ സ്വാമിയുടേത് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി ഈ 2 ഇതിനെ ആലയങ്ങളിലേക്ക് മാറ്റി നമ്മുടെ ഈ ഇരിക്കുന്ന ഗ്രഹം ഇടിച്ച് അങ്ങോട്ട് പിറകിലോട്ട് പുതുക്കിപ്പണിയുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു 5 കൊല്ലത്തിനകത്ത് നമ്മൾ ആ ക്ഷേത്രം പണി നടത്തുവാൻ എല്ലാവരുടെയും സഹകരണം, സകല ഭാഗത്തു നിന്നും ഒരു സഹകരണമുണ്ട്. ജനം, തിരുവനന്തപുരം. മലയാളത്തിലെ ആദ്യ പൂർണ്ണ രാമായണമായ കണ്ണശ രാമായണം പാരായണം ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് പത്തനംതിട്ട നിരണം തൃക്കപാലീശ്വരം ശിവക്ഷേത്രം. മലയാള കവികളിൽ ആദിമ പെരുമക്കാരെന്ന് പുകൾപെറ്റ കണ്ണശ കവികളുടെ ജന്മനാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃക്കപാലീശ്വരം ക്ഷേത്രത്തിലെ ഋഷഭവാഹനത്തിന് സമീപത്തിരുന്നാണ് കണ്ണശ രാമായണം രചിക്കപ്പെട്ടത് എന്ന് ചരിത്രം പറയുന്നു. മാനിതനാകെ കുമാരനിരാമൻ മഹിമ മികുന്ദ ഗുണാകരനായാൻ ആയതലോചനാകിയ വത്സല അഖില സുരാസുരമാനുഷാദികൾ ആയേവരുമരുത്തവർ ചെയ്കിലും ആകുലമോ നീ എതിർത്തു ചെയ്യിപ്പോൾ. തൃക്കപാലീശ്വരം ശിവക്ഷേത്രത്തിൽ കണ്ണശരാമായണം മുഴങ്ങുകയാണ്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ രാമായണ മാസം എല്ലാ ദിവസവും കണ്ണശരാമായണം കേൾക്കാം. നിരണക്കവികളെന്നും കണ്ണശ കവികളെന്നും അറിയപ്പെടുന്ന രാമപ്പണിക്കർ, മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിവരുടെ ജന്മഗ്രഹം ക്ഷേത്രത്തിന് സമീപത്താണ്. എഴുത്തച്ഛന് മുൻപ് രാമായണവും മഹാഭാരതവും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതിൽ വലിയ പങ്ക് നിരണം കവികൾക്കുണ്ട്. ത്രിമൂർത്തി കവികളിൽ രാമപ്പണിക്കരാണ് കണ്ണശ രാമായണം രചിച്ചത്. മലയാളത്തിലേക്ക് രാമായണം പുനരാഖ്യാനം അദ്ദേഹം നടത്തിയത് തൃക്കപാലീശ്വരം ശിവക്ഷേത്രത്തിലിരുന്നാണ് എന്നത് ചരിത്രം. ഇന്ദ്രൻ മമതാതനു വന്നേ തന്നൊരു കാഞ്ചനമാലയിൽ അത്തല ദീപവരും പൊഴുതും കേളഴിയാ കാന്തി തങ്കേ ചേർത്താൽ
യുക്തമിതിന്നു നിനക്കിനിയെന്നു നിയോഗിച്ചരുളിയ മാലിയെ അവിടെ ചിത്തവിഷാദത്തോടടി തൊഴുതതു ചെമ്മേ കൈ. പ്രാചീന മലയാളത്തിലാണ് കണ്ടശ്ശ രാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 10 വർഷമായിട്ട് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ രാമായണ മാസം 1-ാം തീയതി മുതൽ രാമായണം 32 ദിവസം കാണുമല്ല, 32 ദിവസം ഞങ്ങൾ വായിക്കാറുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണം കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മൾ പഠിച്ച കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ ഇത് വന്നിട്ട് വട്ടെഴുത്തും ഇതൊക്കെ കൂടി വരുന്നതുകൊണ്ട്, അതായത് തമിഴിൻ്റെ കുറച്ച് കലർന്ന് പ്രാചീനമായിട്ടുള്ള മലയാളമായതുകൊണ്ട് കുറച്ച് ചെറിയൊരു പ്രയാസമുണ്ട്. എന്നാലും നമുക്ക് പതിവായി വായിച്ചു വരുമ്പോൾ നമുക്ക് വായിച്ചു പോവാം. എന്തൊരു വന്ദന ശ്ലോകം, അത് കുറച്ച് വ്യത്യാസമുണ്ട്, വായിക്കാനും കുറച്ച് നല്ല ഒരു ഇതാണ്. പിന്നെ ഭഗവാന്റെ നമ്മുടെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നേ ഉള്ള ആ ഭാഗവും കുറച്ച് നല്ല ഇതായിട്ട് ഇതിൽ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വർണ്ണന ഇതിലാണ് കുറച്ചുകൂടെ ഉള്ളത്. നിരണം വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡ വൃത്തങ്ങളാണ് കണ്ടശ്ശ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം പ്രാസ സമ്പ്രദായ രീതിയായ അന്താതിപ്രാസം കൃതിയെ കൂടുതൽ മനോഹരമാക്കുന്നു. കണ്ണശന്റെ രാമൻ ഇനിമയ മഹാദേവാജ്ഞയിലാലെ ഇതമൊടു വാലകനാകിയ രാമൻ നിജ പാപം കളവൻ പുരുഷോത്തമ കഥ ചൊൽക തുനിഞ്ഞേനെന്നാണ്. രാമൻ പുരുഷോത്തമനാണ്, ഉത്തമനായ മനുഷ്യനാണ്, മനുഷ്യനിലെ ഏറ്റവും ഉത്തമനായ ആളാണ് രാമൻ എന്നാണ് കണ്ണശൻ പറഞ്ഞു വെക്കുന്നത്. കണ്ണശൻ രാമായണവും എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണവും തമ്മിൽ താരതമ്യ പഠനം ചെയ്തു കഴിഞ്ഞാൽ ഒട്ടേറെ പ്രത്യേകതകൾ കാണാൻ കഴിയും. കണ്ണശ്ശ കവികളുടെ സ്മരണയ്ക്ക് ക്ഷേത്രത്തിനു സമീപം കണ്ണശ്ശ സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. നിലവിലെ പ്രവർത്തനങ്ങൾ ട്രസ്റ്റിന് ഒട്ടേറെ കർമ്മ പദ്ധതികളുണ്ട്. കണ്ണശന്മാരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ സാഹിത്യ ക്യാമ്പുകൾ നടത്തുക, വിദ്യാരംഭ പ്രക്രിയ എല്ലാ വിജയദശമി ദിനത്തിലും നടത്തുക, അതുപോലെ തന്നെ സാഹിത്യ ക്യാമ്പ് നടത്തുക. കണ്ണശമാരുടെ പേരിൽ പുരസ്കാരം നൽകുന്നുണ്ട് എല്ലാ വർഷവും. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കണ്ണശ കൃതികൾക്ക് പ്രചുരമായ പ്രചാരണം നൽകുന്നതിനായി വിദ്യാലയങ്ങളിൽ ഒക്കെ പ്രഭാഷണങ്ങൾ നടത്തുക, ഇതൊക്കെ കണ്ണശ സ്മാരക ട്രസ്റ്റിന്റെ പ്രധാന പരിപാടികളിൽ കൊള്ളുകയാണ്. കണ്ണശ്ശ കവികളുടെ മഹത്തായ ചരിത്രം പുതുതലമുറ ഏറെ അറിയേണ്ടിയിരിക്കുന്നു. മൺമറഞ്ഞ ചരിത്രങ്ങളുടെ ഒട്ടേറെ അവശേഷിപ്പുകൾ ഈ നിരണം ദേശത്തുണ്ട്. ജനം, പത്തനംതിട്ട. ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രേഷ്മ ബാബു അവിടെ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ കേൾക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേവിക, MK സാനുമാഷിന്റെ ഭൗതിക ശരീരം എറണാകുളം കാരയ്ക്കാമുറിയിലെ അദ്ദേഹത്തിന്റെ സന്ധ്യ എന്ന പേരായ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടിയാണ് അമൃത ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും ആംബുലൻസിലേക്ക് മൃതശരീരം മാറ്റി നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനി 1 മണിക്കൂറോളം സമയമായിരിക്കും ഇവിടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സാധിക്കുക. അതിനുശേഷം 10 മണിയോടുകൂടി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും പിന്നീടുള്ള പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തും. ഒപ്പം തന്നെ അവിടെ മണിക്കൂറുകളോളം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് 4 മണിയോടുകൂടി രവിപുരം ശ്മശാനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. കാരണം അത്രയധികം കൊച്ചി നഗരത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് സാനുമാഷിൻ്റേത്. നിരവധി സമരങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു. പൊതുവിടത്ത് വലിയ രീതിയിൽ പൊതുമണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇടപെടൽ അദ്ദേഹം നടത്തി. ഒരു എഴുത്തുകാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു പൊതു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന് തൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരവറിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കാണുന്ന ജനങ്ങളുടെ പങ്കാളിത്തം. അത്തരത്തിൽ നിരവധി പേർ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട്. നിരവധി അടുത്ത സുഹൃത്തുക്കൾ മാത്രമല്ല, ഈ കൊച്ചി നഗരത്തിലെ എമ്പാടുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂർ മാത്രമാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമയം. സന്ധ്യ എന്ന വീട്ടിലേക്ക് കഴിഞ്ഞ മാസവും ഈ വീട്ടിൽ വെച്ചിട്ട് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. VS മരിച്ച സമയത്തൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിച്ചതും ഈ വീട്ടിൽ തന്നെയാണ്. ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാനുമാഷിനെ കാണാനായിട്ട് ഇവിടേക്ക് ആർക്കും ഏത് സമയത്തും കടന്നു വരാം എന്നുള്ളതാണ്. സന്ധ്യ എന്നുള്ള വീടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കേന്ദ്രമെന്ന്
അറിയപ്പെട്ടിരുന്നത്. ഇവിടേക്ക് ഏത് സമയത്തും ഏതൊരാൾക്കും വന്ന് പ്രശ്നങ്ങൾ പറയാനായിട്ടും എന്ത് കാര്യങ്ങൾ പറയാനായിട്ടുമുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏറെ പ്രിയപ്പെട്ടതാണ് കൊച്ചി നഗരനിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ സന്ധ്യ എന്നുള്ള വീടും സാനുമാഷും. അതുതന്നെയാണ് ഈ ഒരു ആളുകളുടെ ബാഹുല്യം, അല്ലെങ്കിൽ ഈ ഒരു രാവിലെ സമയമായിട്ട് കൂടി ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 9 മണിയോടുകൂടി, ഏകദേശം 10 മണിയോടുകൂടി ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിക്കും. അതിനുശേഷം 4 മണിക്ക് ഏകദേശം മണിക്കൂറോളം പൊതുദർശനം അവിടെ ഉണ്ടാകും. ശേഷമായിരിക്കും രഘുപുരം ശ്മശാനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോവുക. ഇന്നലെ 5:35 കൂടിയായിരുന്നു സാനുമാഷിൻ്റെ വിയോഗം. അതിനുശേഷം അവിടെ അമൃത ആശുപത്രിയിലെ പ്രത്യേകമായിട്ടുള്ള ബ്ലോക്കിൽ പൊതുദർശനത്തിനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾക്കും വന്ന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിരവധി പേരെത്തിയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അങ്ങനെ ഒട്ടനവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. നാനാ തുറകളിലുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ ബന്ധമുള്ള ഒരു മാഷാണ് MK സാനു മാസ്റ്റർ. കാരണം അത്രയധികം, അതായത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരെന്ന് പറയുന്നത് ഒട്ടേറെ പ്രമുഖരാണ്. ആ ശിഷ്യരെ കൂടാതെ ഈ സമൂഹത്തിൽ ഏത് സാധാരണക്കാരനും എത്രത്തോളം അടുപ്പം സാധിക്കുമോ അത്രത്തോളം അടുപ്പം പുലർത്താൻ സാധിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും സന്ധ്യ എന്ന വീട്ടിലേക്ക് അദ്ദേഹം ചേതനയേറ്റാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തു കേന്ദ്രം മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിനെ അത്ര സജീവമാക്കിക്കൊണ്ടിരുന്ന ഒരിടം കൂടിയാണ് ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവിക. അതുതന്നെയാണ് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകൻ പ്രൊഫസർ MK സാനു അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അധ്യാപകൻ, വാഗ്മി, നിരൂപകൻ, പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, അങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിട പറയുന്നത്. അദ്ദേഹം 36-ൽ പരം പുസ്തകങ്ങളാണ് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയായ സന്ധ്യയിലെത്തിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റ് റിപ്പോർട്ടുകൾ കൂടി. അരുൺകുമാറും ജിനു സെനിലും നായികാനായകന്മാരായി എത്തിയ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ലവ് യു ബേബി ശ്രദ്ധേയമാകുന്നു. റിലീസ് ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ 15 ലക്ഷം പ്രേക്ഷകരാണ് മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം കണ്ടത്. ക്യാമ്പസ് പശ്ചാത്തലത്തിലൊരുക്കിയ ലവ് യു ബേബിയുടെ രചനയും ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ചത് SS ജിഷ്ണുദേവാണ്.